അത് സ്റ്റേഷനിൽ അവർക്ക് എന്തോ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ട് സ്റ്റേഷനിൽ ഹാജരാകുമ്പോൾ നാളെ 3 മണിക്ക് അവനവിടെ പോലീസ് സ്റ്റേഷൻ ആയിട്ടില്ലല്ലോ. കേസൊക്കെ ആവട്ടെ, ആയി വരുമ്പോഴല്ലേ നമുക്ക് അപ്പൊ അതിനെപ്പറ്റി ആലോചിക്കാം. നമുക്ക് കേസ് നടത്തി 10 കൊല്ലം കേസ് നടത്തിയിട്ട് പരിചയമുണ്ട്. അപ്പൊ കേസ് എപ്പോഴാവണേന്ന് നമുക്കറിയാം. അതാകുമ്പോ നമുക്ക് അതിനെ പറ്റി ആലോചിക്കാം. അഭിഭാഷകനോട് ഞങ്ങൾ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞ് സംസാരിച്ചിട്ടില്ല ഇതുവരെ. എത്തിയിട്ടില്ല. ഇങ്ങനെ കുറെ ഓരപ്പാമ്പുകളല്ലേ, അതൊക്കെ വരിട്ടാവും. അത് കഴിഞ്ഞിട്ട് കേസാകുമ്പോ നമുക്ക് വക്കീലിനായിട്ട് ബന്ധപ്പെടാം. അല്ല, കേസ് വല്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ കേസാവുക. ഇതിപ്പോ അവ അവിടെ വന്നു, അവൻ പോയി. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകി. നാളെ 10 മണിക്ക് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് ഷൈനിന്റെ തൃശൂരിലെ വീട്ടിലെത്തിച്ചു നൽകിയ നോട്ടീസിൽ പോലീസ് പറയുന്നത്. ഷൈൻ ഇപ്പോഴും ഒളിവിലാണ്. നടി വിൻസിയുടെ പരാതിയിൽ താരസംഘടന നടപടിക്കൊരുങ്ങുകയുമാണ്. സിനിമാ മേഖലയിലെ സിന്തറ്റിക് ലഹരി ഉപയോഗവും ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെ പരിമിതികളും ഷൈൻ സംഭവത്തോടെ വീണ്ടും ചർച്ചയാവുകയാണ്. ലഹരിക്കാർ സിനിമയിൽ വേണോ എന്ന് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുമ്പോൾ എന്നോടൊപ്പം റാണി ശരൺ ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ മെമ്പറാണ്. സജി നന്ദിയാട്ട് നിർമ്മാതാവാണ്, ഫിലിം ചേംബർ അധ്യക്ഷനാണ്. രാഹുൽ ഈശ്വർ രാഷ്ട്രീയ നിരീക്ഷകൻ, സോണി തോമസ് ഡി അഡിക്ഷൻ വിദഗ്ധൻ, സജിത മഠത്തിൽ ചലച്ചിത്ര പ്രവർത്തകയും WCC അംഗവുമാണ്. ആദ്യം ശ്രീമതി സജിത മഠത്തിൽ, ഇപ്പോൾ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ട എന്ന് ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് പറയുന്നു. മുമ്പും കേസുകൾ കണ്ടിട്ടുള്ളതാണെന്ന് അദ്ദേഹം പറയുന്നത് ശരിയാണ്. ഒരു പ്രമാദമായ കൊക്കൈൻ കേസിൽ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായിരുന്നു. ആ നടപടികൾക്ക് ശേഷം അദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കുകയാണ് ചെയ്തത്, വെറുതെ വിടുകയാണ് ചെയ്തത്. കേസ് പരാജയപ്പെട്ടു. നമുക്കറിയാം ഈ ഡ്രഗ് അബ്യൂസിനെ പറ്റി, സിനിമാ മേഖലയിലെ ഡ്രഗ് അബ്യൂസിനെ പറ്റി മൾട്ടിപ്പിൾ പരാതികൾ ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയും ഒരു ആക്ഷനും അർത്ഥപൂർണമായി ഉണ്ടായിട്ടില്ല. ചില റെയ്ഡുകളും മറ്റുമൊക്കെ ഉണ്ടായതിനപ്പുറത്ത് ഇപ്പോൾ നാളെ ഷൈൻ ടോം ചാക്കോ പോലീസിൽ ഹാജരാകുന്നു, അതിനുശേഷം ICയിൽ ഹാജരാകുന്നു, കാര്യങ്ങൾ വിശദീകരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് സിനിമാ മേഖലയിൽ എന്തെങ്കിലും മാറ്റം, അവിടുത്തെ തൊഴിൽ സുരക്ഷിതത്വം സംബന്ധിച്ച എന്തെങ്കിലും മാറ്റം ഈ പറയുന്ന ബഹളങ്ങൾക്കൊക്കെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാനിപ്പോ വേറെ രീതിയിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കാര്യം ഗൗരവമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പെൺകുട്ടിയുടെ ധൈര്യം കൊണ്ടാണ്, ആ പെൺകുട്ടി കൊടുത്ത പരാതി കൊണ്ടാണ്. അങ്ങനെ ഒരു പരാതി ഇതുവരെ ആരും കൊടുത്തിട്ടില്ലെങ്കിൽ അത് സിനിമാ മേഖലയിൽ ചെറിയ പ്രോബ്ലം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കുട്ടിയുടെ ധൈര്യമാണ് നമ്മൾ ഇത്തരം ഒരു ചർച്ചയ്ക്ക് കാരണമാക്കിയത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒന്ന്, ഇൻഡസ്ട്രിയുടെ അകത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഗൗരവപ്പെട്ട രീതിയിൽ തന്നെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഗതി അവൾ പുറത്ത് പറഞ്ഞപ്പോൾ അത് ICയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആദ്യം നിങ്ങൾ പരാതി കൊടുക്കേണ്ടത് ICയിലാണ്. ICയുടെ മുകളിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ICയിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെട്ട് അതിന്റെ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മോണിറ്ററിംഗ് കമ്മിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ICയിലും അതേപോലെ തന്നെ സജിത മഠത്തിൽ അവിടെ ഉണ്ടാവുന്ന ഒരു സംശയം, പരാതിയിൽ, അതായത് രേഖാമൂലമുള്ള ഒരു പരാതിയുമായി വിൻസി അലോഷ്യസ് മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ICയെ കുറിച്ചുള്ള ധാരണ ഒരു പെൺകുട്ടി വന്നവരോട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ കൃത്യമായി ഇങ്ങനെ ഒരു IC സംവിധാനമുണ്ട്, അതിൽ പരാതിപ്പെടാം, അതിന് പരിഹാരം ഉണ്ടാകുമെന്ന് സിനിമയിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള കഴിഞ്ഞ 5 വർഷമായി മലയാള സിനിമാ മേഖലയിലുള്ള വിൻസി എന്ന പ്രധാനപ്പെട്ട നടിക്ക് തന്നെയും അക്കാര്യത്തിലൊരു കോൺഫിഡൻസ് ഇല്ല എന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ ഈ ഫിലിം ബോഡികൾക്കൊക്കെ, ഫിലിം ചേംബറിന്, അമ്മയ്ക്ക് ഒക്കെ പരാതി കൊടുത്തു. ആ പരാതിയുടെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. ആ പരാതി ഗൗരവപൂർണ്ണമായി പരിഹരിക്കുന്നതിന് പകരം അതിന്റെ പേരിൽ വിവാദമാണ് ഉണ്ടായത്. അതിൽ അവർ വലിയ തോതിൽ ഖിന്നയാണ്. അപ്പോൾ പരാതി പറഞ്ഞ ഒരാൾക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട ഒരു ട്രീറ്റ്മെന്റ് ആണോ അവർക്ക് കിട്ടിയതെന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട്. അല്ല, അത് ശരിയാണ്. അതിൽ ഞാൻ കംപ്ലീറ്റ്ലി അഗ്രി ചെയ്യുന്നു. കാരണം ഒരു കാരണവശാലും അവൾ മുന്നോട്ട് വെച്ചിട്ടുള്ള അവളുടെ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ലായിരുന്നു. അത് ഏത് രീതിയിലാണ് പുറത്തു വന്നതെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. അപ്പം നമ്മളത് തീർച്ചയായിട്ടും അത് പരിശോധിക്കുക തന്നെ ചെയ്യും. കാരണം ICയിലും അതേപോലെ മോണിറ്ററിംഗ് കമ്മിറ്റിയിലും വിശ്വാസം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അഭിലാഷൻ ആദ്യം പറഞ്ഞതുപോലെ ICയെ പറ്റി പലപ്പോഴും പ്രൊഡക്ഷനിൽ IC ഉണ്ടെങ്കിൽ പോലും പലർക്കും അറിയില്ല എന്നുള്ളതൊരു സത്യമാണ്. മാത്രവുമല്ല, IC നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ പോലും ICയിലെ മെമ്പേഴ്സ്, ICയിൽ ഇന്ന ആളുകൾ മെമ്പേഴ്സ് ഉണ്ട് എന്ന് പറയുന്ന മെമ്പേഴ്സിന് പോലും ചില സമയത്ത് അവർ IC മെമ്പേഴ്സ് ആണെന്നുള്ളത് അറിയണമെന്നില്ല. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊഡക്ഷനിലുള്ള മറ്റംഗങ്ങളെ അറിയിക്കാറില്ല. ഇപ്പൊ വിൻസിയുടെ കേസിലും അതേപോലെ തന്നെയാണ് സംഭവിച്ചത്. അവർക്ക് കൃത്യമായിട്ട്
ഇന്ന ആളുകളാണ് കമ്മിറ്റിയിൽ ഉള്ളത് എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. ICയെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ അവർക്കില്ലായിരുന്നു. അതെല്ലാം അവർ പറയേണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക, അവർ പരാതി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും IC അത് പരിശോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. 21-ാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതിന് 21-ാം തീയതി തന്നെ മോണിറ്ററിംഗ് കമ്മിറ്റിയും മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അപ്പം ഇതിലൊരു വളരെ ഗൗരവമായി ഇത് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ സ്ത്രീകൾക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചാൽ, സ്ത്രീകൾക്ക് എന്നല്ല ആർക്കും തന്നെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് പുറത്തു പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം തൊഴിലിനെ ബാധിക്കുന്നതാണ്. യാതൊരു കോൺട്രാക്റ്റും ഇല്ലാതെ ജോലി ചെയ്യുന്നവരാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട നടനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ വിൻസി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു പരാതി എന്ന് പറയുന്നത് വളരെ ഹിസ്റ്റോറിക്കലി തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പരാതിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ദയവായി അങ്ങ് ടെലിഫോൺ ലൈനിൽ തുടരണം. സജി നന്ദിയാട്ട്, ഒരു പെൺകുട്ടി അവർക്ക് നേരിട്ട അനീതിയെക്കുറിച്ച് പരാതി പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? ഇതൊക്കെ പല ഓലപ്പാമ്പും കണ്ടതാണ് എന്ന് ഷൈൻ ടോം ചാക്കോയുടെ കുടുംബം പ്രതികരിക്കുന്നു. നാളെ ഇപ്പോൾ സിനിമയിലെ സംഘടനകളെല്ലാം കൂടി ഒരു വിചാരണ നടത്താൻ ഒരുങ്ങുന്നു അടുത്ത ദിവസം. എന്താണ് ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ട്? ഇത് ആദ്യമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ വിൻസി ഒരു പരാതി ഫിലിം ചേംബറിന് തന്നിട്ട് ഫിലിം ചേംബർ അതിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്തില്ല എന്ന കാര്യത്തിൽ അവർക്ക് വലിയ ആക്ഷേപമുണ്ട്. അതവർ ഇന്നലെ തുറന്നു പറഞ്ഞതുമാണ്. പരാതിപ്പെട്ടത് ശരിയായില്ല എന്ന് പോലും പരാതിക്കാരിക്ക് തോന്നുന്ന വിധത്തിൽ ഒരാളെ കൊണ്ടും ഇനി പരാതിപ്പെടാൻ അനുവദിക്കില്ല എന്ന മട്ടിലാണോ സിനിമയിൽ കാര്യങ്ങൾ? അതായത് ഒരു ചാനൽ, നിങ്ങളുടെ ചാനൽ, അപ്പോൾ നിങ്ങൾക്ക് പൊള്ളരുത്. വിൻസിയോട് ഇന്നലെ 11:30 നടത്തിയ ഒരു ചർച്ചയിൽ ചേംബറിൽ നിന്നാണ് ഞങ്ങൾക്കിത് ലഭിച്ചത് എന്ന് പറയുകയുണ്ടായി നിങ്ങളുടെ ആങ്കർ. അതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞ ഒരാളാണ്. ഞാൻ നിങ്ങളുടെ ആ ആങ്കറെ നേരിട്ട് വിളിച്ചു. ഞാൻ എപ്പോൾ നിങ്ങളോട് സംസാരിച്ചിട്ട് 2 വർഷമായല്ലോ. ഞങ്ങൾ എവിടെ നിന്നാണ് ഇത് നിങ്ങൾക്ക് തന്നത്? അദ്ദേഹം പച്ചയ്ക്ക് പറയട്ടെ, ഉരുണ്ട് കളിക്കുകയായിരുന്നു. നിങ്ങൾക്ക് പൊള്ളരുത് പറയുമ്പോൾ. അല്ല, വിൻസിയുടെ പരാതി നിങ്ങൾ അതിന് കാരണക്കാര്. ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ എവിടുന്നോ കിട്ടിയ അല്ലല്ല പറയട്ടെ, ഞാൻ ഉള്ള കാര്യം ഉള്ളപോലെ പറയും. അത് പറയൂ. എങ്ങനെയാണ് എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മാതൃഭൂമി ചാനലിനോട് ഞാൻ ബെറ്റ് വെച്ച് ചോദിക്കുന്നു, ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് നൽകിയ പരാതി നിങ്ങൾക്ക് സജി നന്ദിയായിട്ട് തന്നെന്ന് കാണിച്ചേ. തന്നെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് രക്ഷപ്പെട്ടു പോകണ്ട. ഞാൻ പിന്നെ പറയാതിരുന്നതാണ്. ഇത് ഇന്നലെ ഞാൻ പറയട്ടെ, നിങ്ങൾ അത് നിങ്ങളുടെ രീതികളായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കൊണ്ടത് എനിക്കിട്ടാണ്. ഞാൻ നിരപരാധിയാണ്. ഞാൻ നിങ്ങളുടെ ആങ്കറോട് സംസാരിച്ചു. ഞാൻ വിട്ടില്ലത്. നിങ്ങൾ മാധു സജിയോട് ചോദിക്കണം. നിങ്ങളുടെ ആങ്കറോട് ഞാൻ സംസാരിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് മറ്റേ അവിടുന്ന് ഇവിടുന്ന് എന്നൊക്കെ പറഞ്ഞാൽ ഉരുണ്ട് കളിച്ചു. ഇത് കൃത്യമായി വിൻസിക്ക് മനസ്സിലായി. എന്നോട് ക്ഷമിക്കണം. എനിക്ക് മാതൃഭൂമി ചാനലും അഭിലാഷിനും എല്ലാം ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളൊരു പടക്കമില്ല. പക്ഷേ എന്നെ തെറ്റിദ്ധരിക്കാൻ കാരണം അതാണ്. വിൻസി എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ട്, എനിക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം. ചേട്ടന്റെ എഫേർട്ട് അറിയാം. ഞങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് വെസ്റ്റേൺ ഇൻട്രസ്റ്റ്? ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഞങ്ങൾ കൃത്യമായി ഈ ICകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നവരാണ്. അവർ അവരുടെ ജോലി ചെയ്യണം IC. കാരണം ആ വിഷയം താങ്കൾ ഒന്ന് വിശദീകരിച്ചു പോയാൽ നല്ലത്. ICയുടെ കാര്യം നമുക്ക് സംസാരിക്കാം. വിൻസി അലോഷ്യസ് താരസംഘടനയ്ക്കും ഫിലിം ചേംബറിനും പരാതി നൽകി. അപ്പോ ആ പരാതി നൽകിയപ്പോ അവർ മുന്നോട്ട് വെച്ച അവരുടെ ഡിമാൻഡ് എന്താണ്? ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ശരി, സിനിമയുടെ പേരോ അതുപോലെ തന്നെ ഈ നടന്റെ പേരോ പുറത്തു പോകരുത്. അപ്പൊ താങ്കൾ തന്നെ അവരെ അങ്ങോട്ട് വിളിച്ച് ഈ കാര്യം അഷൂർ ചെയ്തു. അത് ഉള്ളതാണല്ലോ. താങ്കൾ പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങളുടെ പേരും നിങ്ങളുടെ പേരല്ല, ഈ പറഞ്ഞ ആളുടെ പേരും സിനിമയുടെ പേരും പുറത്തു പോവില്ല എന്ന് പറഞ്ഞു. മാധ്യമങ്ങളിൽ ഈ പേര് വരികയാണ്. അവർക്കൊരു എംബാരസിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനെ അഭിമുഖീകരിക്കേണ്ടി വന്നു. താങ്കൾ പറഞ്ഞോ ഫിലിം ചേംബർ പറഞ്ഞോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. വിശ്വസിച്ച് പരാതി നൽകിയിട്ട് ആ പരാതി അന്വേഷിക്കണ്ടേ? നിങ്ങളുടെ ഇന്നലത്തെ 11:30 ഉച്ചക്കത്തെ 11:30 ചർച്ച എടുക്കൂ. അഭിലാഷ, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ പറയുന്നതനുസരിച്ചല്ല. ഞാനൊരു ഒറ്റപ്പെട്ട മനുഷ്യനാണ്. എനിക്ക് മാധ്യമം ഒന്നുമില്ല സംസാരിക്കാൻ. എനിക്ക് ഇതിലൂടെ പറയാൻ പറ്റും. ഞാൻ നിങ്ങളെ ബ്ലെയിം ചെയ്യല്ല. എൻ്റെ വിഷമം പറഞ്ഞതാണ്. ഞാൻ നിരപരാധിയാണ്. മനസ്സാവാച കർമ്മണ അറിയാത്ത ഒരു കാര്യത്തിൽ വിൻസിക്ക് അത് മനസ്സിലായി. എനിക്ക് അതുകൊണ്ട് സന്തോഷമുണ്ട്. എൻ്റെ മകളുടെ പ്രായമുള്ള കുട്ടിക്ക്.
എനിക്ക് ആ കുട്ടിക്ക് താങ്കൾ അപരാധിയാണ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കുട്ടിയുടെ അതൊന്നും ഞാൻ വെളിവിടില്ല. ഞാൻ താങ്കൾ അപരാധിയാണ് എന്ന് പറഞ്ഞില്ലല്ലോ. ആയിരിക്കും, ഞാൻ അങ്ങനെ ആണെന്ന് പറയുന്നില്ലല്ലോ. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് സിനിമാ സംഘടനകൾ, സിനിമാ ബോർഡുകൾക്ക് ആ ഇൻഡസ്ട്രിയിലെ ഒരു പെൺകുട്ടി വിശ്വസിച്ച് അവരുടെ പ്രശ്നം പരിഹരിക്കുമെന്ന വിശ്വാസത്തിൽ കൊടുത്ത പരാതി എങ്ങനെയാണ് ഈ തരത്തിൽ ഈ പൊതു വിഴുപ്പലക്കലിന് വിധേയമായത്? ഇന്നലെ ആ പെൺകുട്ടി പറഞ്ഞത് ബോധമില്ലാത്ത ആളുകൾക്ക് പരാതി കൊടുത്തു എന്ന കുറ്റബോധമാണ് എനിക്ക് എന്നാണ്. അപ്പോൾ പരാതി കൊടുത്തിട്ട് അതിൽ കുറ്റബോധം പ്രകടിപ്പിക്കേണ്ട അവസ്ഥ മലയാള സിനിമയിലെ ഒരു ആക്ട്രസിന് വരുന്നു. അതുകൊണ്ടാണല്ലോ വളരെ കോൺഫിഡന്റ് ആയിട്ടിരുന്ന ഷൈൻ ടോമിന്റെ മാതാപിതാക്കൾക്ക് ഈ ഓലപ്പാമ്പൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടെന്ന് പറയാൻ കഴിയുന്നത്. ഞാൻ അഭിലാഷേ, നമ്മൾ കാര്യങ്ങളെ കൃത്യമായി അഡ്രസ് ചെയ്യണം. ഞങ്ങൾ ഫിലിം ചേംബറിനെ വനിതാ കമ്മീഷൻ മോണിറ്റർ ചെയ്യാനും എല്ലാ സിനിമാ സെറ്റിലും IC ഉണ്ടാക്കാനും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ 2022 മുതൽ, അഭിലാഷ് കേട്ടോളൂ, ഞാൻ വെച്ച് സംസാരിക്കുകയാണ്, രേഖകളുടെ അടിസ്ഥാനത്തിലാണ്, നിങ്ങൾക്ക് നാളെ വന്ന് പരിശോധിക്കാം. 2022 മുതൽ മലയാള സിനിമയിൽ ഇറങ്ങിയ എല്ലാ സിനിമാ സെറ്റിലും IC ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ IC ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം IC മെമ്പർമാർക്കാണ്. ഞങ്ങൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഈ സജിതാ മഠത്തിലും റാണിയും ഉൾപ്പെടുന്ന ഞങ്ങൾ എല്ലാ സംഘടനകളെ 3 മെമ്പർമാരുണ്ട് അവിടെ. ഫിലിം ചേംബർ അല്ല ഇതിന് ഉത്തരവാദി, ഫിലിം ചേംബറിന്റെ അണ്ടറിലാണ്. ഞങ്ങൾ 3 പേരെ ഫിലിം ചേംബറിന്റെ പ്രതിനിധികൾ അവിടെ ഉള്ളൂ. മനസ്സിലാക്കൂ. 7x3 21 അംഗങ്ങളുള്ള സംഘടന എല്ലാ മാസവും ഞങ്ങൾ കമ്മിറ്റി കൂടുന്നുണ്ട്, IC മോണിറ്റർ ചെയ്യുന്നുണ്ട്. പരിമിതികളുണ്ട്, പോരായ്മയുണ്ട്, ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നത് തുടക്കമാണ്. ഞങ്ങളുടെ വെബ്സൈറ്റ് പോലും കഴിഞ്ഞ ദിവസം ശരിയായത്. പക്ഷേ കൃത്യമായി ഫ്ലെക്സ് ഇത്ര ഇഞ്ചിൽ സ്ഥാപിക്കണം. അതുപോലെ ലഘുലേഖകൾ ഞങ്ങൾ തിങ്കളാഴ്ച അതിന് ഡിസ്കഷൻ ഉണ്ട്. ഞങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ആഗ്രഹം, ഒരു തൊഴിലിടങ്ങളിലും ഒരു സ്ത്രീകളും, അത് വനിത ആർട്ടിസ്റ്റ് മാത്രമല്ല, ഇതിലൂടെ മാതൃഭൂമി ചാനലിലൂടെ ലക്ഷോപലക്ഷം കാണുന്ന സിനിമാ പ്രേക്ഷകരായ വനിതകളോട് പറയട്ടെ, നിങ്ങൾ ഏത് സെറ്റ് ചെന്നാലും അവിടെ IC ഉണ്ട്. നിങ്ങൾ ആദ്യം ICയിലെ പ്രിസൈഡിംഗ് ഓഫീസറുടെ നമ്പർ വാങ്ങണം. 4 പേരടങ്ങുന്ന വെളിയിൽ നിന്ന് ഒരു മെമ്പർ ഉണ്ടാവണം. അങ്ങനെയുള്ള, പറയട്ടെ അഭിലാഷേ, ജനം കേൾക്കട്ടെ, അങ്ങനെയുള്ള ഒരു എല്ലായിടത്തും IC ഉള്ളത് കൊണ്ട് നിങ്ങൾ അവിടെ ICയുടെ പ്രദർശിപ്പിച്ചിട്ട് ഞങ്ങളെ അറിയിക്കണം. കാരണം 30ഓളം സിനിമകൾ ശരാശരി ഷൂട്ട് ചെയ്യപ്പെടുന്നിടത്ത് ഒരു സിനിമയ്ക്ക് ശരാശരി 40-50 ലൊക്കേഷൻ ചേഞ്ച് വരുമ്പോൾ എല്ലായിടത്തും പോയി നോക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ പ്രായോഗികമായി പറ്റില്ല, ഉള്ള കാര്യം പറയാം. പക്ഷേ ഞങ്ങളാലാവുന്ന വിധം ഇവരെ സംരക്ഷിക്കാനും ഈ ഇടത്ത് നല്ല രീതിയിൽ പോകാനും ലഹരി വിമുക്തമായിരിക്കണം. ഇവിടെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി പ്രൊഡ്യൂസർ അസോസിയേഷന്റെ രാകേഷ് പറഞ്ഞല്ലോ, നിങ്ങൾ കയറൂ. ഞങ്ങൾ ലെറ്റർ പാഡിൽ എക്സൈസിനോട് പറഞ്ഞു, നിങ്ങൾ പരിശോധിക്ക്, ഞങ്ങൾക്കൊന്നും മറക്കാനില്ല. ഞങ്ങൾ പണം മുടക്കുന്നവർക്ക് ഞങ്ങൾക്ക് സെറ്റുകളിൽ കയറി റെയ്ഡ് നടത്തിക്കോളൂ, പരിശോധന നടത്തിക്കോളൂ എന്നാണ് പ്രൊഡ്യൂസേഴ്സിന്റെ നിലപാട്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീമതി റാണി ശരൺ, ഈ മോണിറ്ററിംഗ് സമിതിക്ക് മുൻപാകെ നൽകിയിട്ടുള്ള പരാതി എങ്ങനെയാണ് ചോർന്നത്? ഇപ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടായി ബന്ധപ്പെട്ട കേസ് എടുത്തപ്പോൾ കേസ് മുന്നോട്ട് പോയില്ല. കാരണം ആർക്കും പരാതിയില്ല. പരാതിക്കാരില്ലാതെ ഒരു കേസ് മുന്നോട്ട് പോവില്ല. ഇവിടെ ഇപ്പോൾ വിൻസി അലോഷ്യസ് ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്താൻ ആണ് ശ്രമിച്ചത്. അവർക്ക് അതിന് പരിഹാരം വേണമായിരുന്നു. പക്ഷെ അതൊരു പൊതു ചർച്ചയിലേക്കോ കേസിലേക്കോ കൊണ്ടുപോകാൻ അവർ ആഗ്രഹിച്ചില്ല. അപ്പോൾ അവർ ആഗ്രഹിച്ച കാര്യം എന്തുകൊണ്ടാണ് നടക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഇനിയൊരു പരാതി ഉണ്ടായാൽ അവർക്കെന്നല്ല മറ്റാർക്കും പരാതിപ്പെടാൻ ഒരു ധൈര്യമില്ലാത്ത വിധത്തിൽ ഞാൻ പരാതി കൊടുത്തതിൽ ഇപ്പോൾ കുറ്റബോധം അനുഭവിക്കുകയാണെന്ന് വിൻസിക്ക് പറയേണ്ടി വന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? അഭിലാഷ്, അത് ഞാൻ തുടക്കത്തിലുള്ളൊരു കാര്യത്തിൽ നിന്ന് തുടങ്ങട്ടെ. ഇപ്പം നമ്മൾ ഈ മോണിറ്ററിംഗ് കമ്മിറ്റി തുടങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ ഈ IC വേണമെന്ന് പറഞ്ഞതിന് ശേഷം, ചിലപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ സിനിമയിലെ പ്രശ്നങ്ങൾ എങ്ങനെ ഡീൽ ചെയ്തിരുന്നു, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയങ്ങൾ, അതിലുള്ള രീതികൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു വിഷയം ഒരു ലൊക്കേഷനിൽ നിന്ന് നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്വാഭാവികമായിട്ടും അവിടെ IC ഉണ്ടായിരുന്നില്ല എന്നതൊന്നുകൂടി, തീർച്ചയായിട്ടും IC തന്ന സിനിമകളെ നമ്മൾ വർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നുള്ളൂ. എന്നാൽ പോലും നമ്മൾ അതാണ് ആദ്യം അന്വേഷിക്കുന്നത്. അപ്പോൾ IC ഉണ്ടായിരുന്നു എന്നറിയുന്നു. പക്ഷേ അപ്പോൾ പിന്നെ അടുത്തൊരു ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICയുടെ കയ്യിൽ നിന്ന് നമുക്കിത് സംബന്ധിച്ച ലെറ്ററുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ അടുത്തൊരു ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന രീതിയിൽ ഇവരെ വിളിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് അവർ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും ഞങ്ങളത് വിളിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചെയർമാനും ശ്രീ സജി നന്ദിയാട്ടും നമ്മുടെ സജിതേച്ചിയും ഒക്കെ പറഞ്ഞത് പ്രകാരം ആദ്യം ഞാനാണ് വിൻസിയെ വിളിച്ച് സംസാരിക്കുന്നത്. അവരോട് ഈ കാര്യം വിളിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ കാര്യം, ഞാനിത് ഒരു ഒറ്റയാൾ പോരാട്ടം പോലെ ജസ്റ്റ് എനിക്ക് ഇനി ഇത്തരം ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞ് മാത്രം നിർത്താൻ വേണ്ടി ചെയ്തതാണ് ചേച്ചി.
എനിക്ക് ഉറപ്പ് കിട്ടുമെങ്കിൽ ഇത് മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കും എന്ന് ഉറപ്പ് കിട്ടുമെങ്കിൽ മാത്രം ഞാൻ ഈ പരാതി തരാമെന്നാണ് അവരാദ്യം പറഞ്ഞത്. കൂട്ടത്തിൽ അവർ എൻ്റെ അടുത്ത് നിന്ന് എടുത്തൊരു അഷ്വറൻസ് ഉണ്ടായിരുന്നു, ഇത് പിന്നെ സിനിമയുടെ പേരോ നടൻ്റെ പേരോ മറ്റു കാര്യങ്ങളോ പുറത്തു വരാൻ പാടില്ല. ഈ വിഷയം ഞാൻ അന്ന് ഞങ്ങളുടെ ചെയർമാൻ ഇത്തിരി തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ സജി നന്ദിയായിട്ടും സജിതാ മഠത്തിലുമായിട്ട് ഞങ്ങൾ കോൺകോളിൽ വന്നിട്ടാണ് ഞാൻ ഇങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പുറത്ത് പിന്നീട് സജിത ചേച്ചിയും സജി ചേട്ടനും അവരോട് സംസാരിക്കുന്നു. അങ്ങനെയാണ് അവർ ഈ കംപ്ലൈൻറ്റ് വാങ്ങിക്കുന്നത്. ഇതിൽ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ചില ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മുടെ സംഘടനകൾ, അതായത് ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയിലേക്ക് ഈ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ സംഘടനകളുടെ അംഗങ്ങളും അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ പിന്നീട് അതൊരു ഇൻഡിവിജ്വൽ സംഘടനകളിലേക്ക് ഇവിടുന്ന് ഒരു തീരുമാനം വരാതെ കത്ത് പോകേണ്ട ആവശ്യം ഇല്ല. ഈ നിയമങ്ങൾ വന്നതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത്തരത്തിലൊരു കംപ്ലൈൻറ്റ് ആ കുട്ടിക്ക് കൊടുക്കാനുള്ളൊരിത് വരികയും അങ്ങനെ ആ കുട്ടി കൊടുക്കുകയും ചെയ്തു. അഭിലാഷ്, ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ 2 ദിവസം മുന്നേ 16-ാം തീയതി എന്നാണ് എൻ്റെ ഓർമ്മ, രാത്രി 10:30 മണിക്കാണ് ഞങ്ങളുടെ മെയിലിലേക്ക്, അതായത് മിനിഞ്ഞാന്ന് രാത്രി 10:30 മണിക്കാണ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മെയിലിലേക്ക് ഇവരുടെ വിൻസിയുടെ കംപ്ലൈൻറ്റ് വരുന്നത്. ആ കംപ്ലൈൻറ്റ് വന്നു എന്നുള്ള ഇൻഫർമേഷൻ എനിക്ക് ചേംബറിൻ്റെ ഓഫീസിലെ സ്റ്റാഫാണ് എനിക്ക് ആ ഇൻഫർമേഷൻ തരുന്നത്. ആ ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ ഒരു ജസ്റ്റ് കുറച്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു യൂട്യൂബ് ചാനലിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, അമ്മയ്ക്ക് വിൻസി പരാതി കൊടുത്തു, പരാതിയിൽ നടൻ്റെ പേരും. എന്നിട്ട് ആ ചാനലിൻ്റെ പ്രസ്തുത വ്യക്തി ഇരുന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നു. ഇനി താങ്കൾ പറയൂ അഭിലാഷ്, എവിടുന്നായിരിക്കാം അത് പുറത്തേക്ക് പോയത്? എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മെയിലിൽ നിന്ന് അത് പുറത്തേക്ക് പോയില്ല. കാരണം ഞങ്ങൾ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ നിന്നല്ല പോയത്. ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ പറഞ്ഞത് അമ്മയിൽ നിന്നാകാം പോയത്, ആകാം എന്നല്ലേ പറയാൻ പറ്റൂ? ആണെന്ന് പറയാൻ നമ്മൾക്ക് സാധിക്കില്ല. കാരണം ആ പറയുന്ന മാധ്യമ പ്രവർത്തകന്റെ ആ ചാനലിൽ അത് അദ്ദേഹം വിസ്തരിച്ച് പറയുന്നുണ്ട്. ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അതിപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അത് ഞങ്ങളുടെ കംപ്ലൈന്റ് വന്ന് വീഴുമ്പോ തന്നെ അവിടെ ആ വീഡിയോ വന്നെങ്കിൽ അപ്പൊ അത് പുറത്തേക്ക് പോയല്ലോ. കംപ്ലൈന്റിന്റെ വിശദാംശങ്ങളെ കുറിച്ചാണ് അദ്ദേഹം അതിൽ അവലോകനം ചെയ്യുന്നത്. ശരി, ജസ്റ്റ് മെയിൽ എത്തിയിട്ടേ ഉള്ളൂ. അതെ, അമ്മയിൽ നിന്നാവാം. അപ്പൊ പിന്നെ പിറ്റേ ദിവസം രാവിലെ പക്ഷേ ചാനലുകളിൽ നമ്മൾ കാണുന്നു. പോയിട്ട് ഞങ്ങളുടെ പുതിയ മെയിലായിരുന്നു ഞങ്ങൾക്ക് അഭിലാഷ്. ഞങ്ങൾക്ക് അഭിലാഷ് അമ്മയ്ക്ക് പരാതി അയച്ചിരുന്നു. അത് എന്നോട് പറഞ്ഞത് വിൻസിയാണ്, റാണിയാണ് എന്നോട് പറഞ്ഞത് നമ്മുടെ മെയിലിൽ വന്നോന്ന് ചെക്ക് ചെയ്യണം. ഞങ്ങൾ ഞാൻ കോട്ടയത്തായിരിക്കുന്നത്, സ്റ്റാഫിനെ വിളിച്ച് ചോദിക്കുകയാണ്. ഞങ്ങളുടെ ഗിരീഷ് സ്റ്റാഫ്, അദ്ദേഹം വീട്ടിലാണ്, അദ്ദേഹം ചെക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല. 11-ഓട് കൂടിയാണ് ഞങ്ങൾക്ക് മെയില് കറക്റ്റ് ആയത്. അതിനു മുമ്പ് ഇവിടെ ചാനലിൽ വേറെ യൂട്യൂബ് ചാനൽ വന്നു കഴിഞ്ഞു. ഞങ്ങൾ ഇത് അറിയുന്ന അപ്പോഴാണ്. അപ്പൊ ഞങ്ങൾക്ക് പോലും പരാതി കാണുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ വന്നു. ഞങ്ങളാണ് വേറൊരു പ്രശ്നം എന്താണെന്ന് അറിയോ അഭിലാഷ്? ഈ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചാൽ തന്നെ ഈ പറയുന്ന പ്രസ്തുത സജി നന്ദിയാട്ട് അദ്ദേഹം ചേംബറിന്റെ സെക്രട്ടറിയാണ്. പിന്നെ ഞങ്ങളുടെ ഈ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുന്നതിൻ്റെ ചെയർമാൻ ശ്രീ സുരേഷ് കുമാർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രയും അംഗങ്ങളുണ്ട്. അതായത് ഇത് പുറത്തേക്ക് പോയത് ചേംബറിൽ നിന്നാണ് എന്ന് ആരോപിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന സംഘടനകളിൽ ഓരോന്നിൻ്റെയും മെമ്പേഴ്സ് ഞാനടക്കമുള്ളത് അതിൽ ഉത്തരവാദികളാണ്. കാരണം ഇത് ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന സുരേഷ് ഏട്ടനാണെങ്കിലും സജിയേട്ടനാണെങ്കിലും ഇതിൻ്റെ ഭവിഷ്യത്ത് അറിയില്ലേ? എന്ത് കിട്ടുന്നു? കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മളെ ഇതിനെ ഏൽപ്പിച്ച ആളുകൾ നമ്മളെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. മോണിറ്ററിംഗ് കമ്മിറ്റി എന്ത് ചെയ്തു? സംഘടനകൾ ഇൻഡിവിജ്വലി ഇതിൽ ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ട് അവർ ചെയ്ത കാര്യം അവർക്ക് അറിയണ്ട. അപ്പൊ ഇത് ചോദിക്കുമെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ഇതിനും ഉത്തരം പറയേണ്ടി വരുമല്ലോ. വിൻസി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്. ആ കുട്ടി ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കാതെ വരേണ്ടി വരുന്നു. വന്നു കഴിയുമ്പോൾ ആ കുട്ടി കാരണം സിനിമ ബാധിക്കപ്പെടും എന്നത് ആ കുട്ടിയെ അന്നും ഇന്നും വേദനിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, ഈ വിഷയം കഴിഞ്ഞ 2 ദിവസമായി കേരളം ആകെ ചർച്ച ചെയ്യുകയാണ്. ഇതേക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ ഈ ഷൈൻ ടോം ചാക്കോ എന്ന നടൻ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് കൗതുകം. അദ്ദേഹം ഇതിന്റെ ഓരോ കാര്യങ്ങളും, അതായത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇടുന്നുണ്ട്. കേരളം പിണറായി വിജയനാണ് ഭരിക്കുന്നത് എന്നോർത്തോളൂ എന്ന് എ റഹീം MP പറഞ്ഞതും
സ്റ്റാറ്റസ് ആക്കുന്നുണ്ട്, വിൻസി പരാതി കൊടുത്തു എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ആക്കുന്നുണ്ട്. എന്തിന് ഈ ഹോട്ടൽ മുറിയിൽ നിന്ന് താഴേക്ക് ചാടി ടോം ക്രൂസിന്റെ മാതിരി അല്ലെങ്കിൽ മോഹൻലാലിന്റെ മാതിരി സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി നീന്തി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ആ സംഗതി വാർത്തയാക്കുന്നുണ്ട്. ഇതിനെയൊക്കെ വളരെ വളരെ പരിഹാസത്തോടു കൂടിയാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബവും അങ്ങനെയാണ് കാണുന്നതെന്ന് തോന്നുന്നു. റൺ കൊച്ചി റണ്ണൊക്കെ നടത്തുന്നില്ലേ, പിന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് എന്താണ് ഓടിയാൽ എന്ന് അനിയൻ ചോദിക്കുന്നത് കേട്ടു. ഞങ്ങൾ പല ഓലപ്പാമ്പും കണ്ടിട്ടുള്ളതല്ലേ എന്ന് അച്ഛൻ ചോദിക്കുന്നത് നമ്മൾ ഇന്ന് കേൾക്കുന്നു. അപ്പോൾ ഈ സംഭവത്തെ തന്നെ മൊത്തത്തിൽ പരിഹസിക്കുകയാണ്. ശ്രീ അഭിലാഷ്, എവിടെയാണ് ശ്രീ ഷൈൻ ടോം ചാക്കോയോട് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും അദ്ദേഹത്തോട് 1-2 വേദികൾ പങ്കിട്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് പറയാനുള്ളത്, അദ്ദേഹത്തെ പോലെ വളരെ എന്താ പറയുക പ്രാഗൽഭ്യമുള്ള ഒരു നടൻ ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. അദ്ദേഹത്തിന്റെ സ്റ്റോറികളൊക്കെ കണ്ടു. വാഷ്റൂമിലേക്ക് ഓടിപ്പോകുന്നു, തിരിച്ചു വരുന്നു, ലാലേട്ടൻ 2020 ചാടുന്ന കാര്യം, വിൻസിയുടെ പരാതി അടക്കം. അപ്പൊ അങ്ങനെയല്ല, കുറച്ചുകൂടെ സീരിയസ് ആയി അദ്ദേഹം കാണണം. ഇനി അദ്ദേഹത്തെ അൺഫെയർ ആയിട്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് തുറന്നും പറയണം. ഒരു പരിഹാസത്തിന്റെ റേഞ്ചിലേക്ക് പോകരുതെന്ന് പറയാനുള്ള ഒരു കാരണം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ NDPS കേസുകൾ നേരിടുന്നത് കേരളം എന്ന സംസ്ഥാനമാണ്. 27,000 കേസുകളുണ്ട്. അതായത് 5 വർഷം മുമ്പ് നമ്മൾ ഏകദേശം 5,000 കേസുകളാണെങ്കിൽ ഇന്ന് അതിന്റെ 5 ഇരട്ടിയോ 6 ഇരട്ടിയോ 500% ഗ്രോത്ത് കേരളത്തിലുണ്ട്. പണ്ട് പഞ്ചാബ് ആയിരുന്നു ഒന്നാമത്. ഇന്ന് പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്യുന്ന ടോട്ടൽ കേസുകളായ 9,100 എറണാകുളം ജില്ലയിൽ മാത്രം 1.5 വർഷം കൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ NCRBയുടെ കണക്ക്, ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അടക്കം കണക്ക്. അപ്പം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അതിനെ തമാശയായിട്ട് എടുക്കരുത്. കാര്യം പൊതുസമൂഹം മറ്റും ചെയ്യില്ല. ഞാനും അഭിലാഷും ഒക്കെ ഹേമ കമ്മിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തർക്കിക്കുമായിരിക്കും. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിലെ ഒരാൾ പോലും 99.99% ആൾക്കാരും ഡ്രഗിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു 2 വശമില്ല. കാര്യം നമ്മുടെ ഭാവി തലമുറകളെയും കുട്ടികളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ ഫസ്റ്റ് കൺസംഷൻ ഏജ് കുറവാണ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. എനിക്കത് വളരെ, ഞാനിപ്പോൾ മറ്റൊരു ചാനലിലും ചർച്ചയ്ക്ക് ഇരിക്കുകയായിരുന്നു. എനിക്ക് വളരെ സന്തോഷവും അഭിമാനം തോന്നിയത് ശ്രീ സജി നന്ദിയാട്ടടക്കം അല്ലെങ്കിൽ നമ്മുടെ റാണി മാഡം അടക്കം വളരെ ഏറ്റവും ഒരു പൊതുസമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സത്യസന്ധമായി പ്രായോഗികമായി കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊരു പ്രാക്ടിക്കാലിറ്റി കൂടെയുണ്ട്. ഒരു വരി കൂടെ പറയാം. ലോകമാകമാനം എടുത്താൽ നമുക്ക് ഈ ഡ്രഗ് യൂസേഴ്സിനെ വില്ലൻസ് ആയിട്ട് കാണാം, വിക്ടിംസ് ആയിട്ടും കാണാം. നമുക്ക് ഈ ഫിലിപ്പൈൻസിലെ ഡ്യോർട്ടോ എന്ന പ്രസിഡന്റ് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നവരെ വെടിവെച്ച് കൊല്ലണം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് ഒന്നും എടുക്കാൻ കഴിയില്ല. അപ്പൊ ഇവരെ തിരിച്ചു കൊണ്ടുവരണം. ഇന്ന് യേശുദേവന്റെ കുരിശുമരണം കൂടെയാണ്. അപ്പൊ മത്തായി സുവിശേഷം പറയുന്നത് പോലെ ആ ഒരു കുഞ്ഞാടെങ്കിലും വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ആടുകളെ സുരക്ഷിതമായി വെച്ച് തിരിച്ച ആടിനെ കൊണ്ടുവരുന്ന ആ ഇടേന്റെ മനസ്സ് നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് മെന്ററിംഗ് ഉണ്ടാകണം, കോച്ചിങ് ഉണ്ടാകണം, കൗൺസിലിംഗ് ഉണ്ടാകണം, ഇവരെ സപ്പോർട്ട് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ടാകണം. ഷൈൻ ടോം ചാക്കോയെ തള്ളിക്കളഞ്ഞാലോ തള്ളിപ്പറഞ്ഞാലോ മാറ്റി നിർത്തിയാലോ കൂടുതൽ ഒരുപക്ഷെ അദ്ദേഹം ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലോകത്തിലേക്കേ പോവുള്ളൂ. ഷൈൻ ടോം ചാക്കോ ആവട്ടെ, ശ്രീനാഥ് ഭാസി ആവട്ടെ, ഗംഭീര പെർഫോമൻസ് ആണ്. അപ്പൊ ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം കൂടി ശ്രീ സജി നന്ദിയാട്ട് അടക്കമുള്ളവർ, ശ്രീമതി റാണി അടക്കമുള്ളവർ, സിനിമാ മേഖലയിൽ നിൽക്കുന്നവർ എടുക്കണം. അങ്ങനെ മാതൃക നമുക്ക് കാണിക്കാനാകണം. നമുക്ക് വെട്ടൊന്നോ തുണ്ട രണ്ടെന്ന സമീപനമൊന്നും നടക്കില്ല. അതൊന്നും പ്രാക്ടിക്കൽ അല്ല. വേണമെങ്കിൽ ചാനലിലിരുന്ന് കൈയടിക്ക് വേണമെങ്കിൽ അത് പറയാം. പക്ഷെ കൈയടിക്കപ്പുറം സത്യസന്ധവും ആത്മാർത്ഥവുമായി നമ്മുടെ ഒരു സഹോദരൻ ഇത് പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അടുത്ത സുഹൃത്തിന് ഒരു ഡ്രഗ് യൂസ് പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്താ അവനെ തള്ളിക്കളയുന്നതാണോ പറയുന്നത്? അവനെ ചേർത്ത് നിർത്തി ബാക്കി അധികം ആൾക്കാരെ അറിയിക്കാതെ ശരിയാക്കാൻ നോക്കും. ആ ഇടേന്റെ മനസ്സ് നമുക്കുണ്ടാകണമെന്നും കൂടി ഓർമ്മിക്കാനുള്ള ഒരു ദിവസമാണ്. ശരി, തീർച്ചയായിട്ടും. ശ്രീ സോണി തോമസ്, അദ്ദേഹം ഈ ഡി അഡിക്ഷൻ രംഗത്ത് വളരെ കാലമായി പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇക്കാര്യം ആഡ് ചെയ്യാൻ പറ്റും തോന്നുന്നു. ഇവിടെ പറഞ്ഞത് ശരിയാണ് ശ്രീ സോണി. ഇവിടെ ഫിലിപ്പീൻസിന്റെ പഴയ പ്രസിഡന്റ് റോഡ്രിഗോ ഡ്യൂട്ടറേവ് ചെയ്തതുമാതിരി ഈ ഡ്രഗ് കാർട്ടൽസിനെ നിയന്ത്രിക്കാനെന്ന പേരിൽ ആളുകളെ കൊന്നുകളയാനൊന്നും പറ്റില്ല. നമുക്ക് ഈ മലയാള സിനിമയിലെ ആക്ടർമാരെയും മറ്റുള്ളവരെയും ഒന്നും നിഷ്കാസനം ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ അവരെ കറക്റ്റ് ചെയ്യാൻ സാധിക്കണം. അത് വളരെ വ്യാപകമായി ഇത്തരത്തിലുള്ള ലഹരി കേസുകൾ ഉണ്ടാവുന്നു എന്ന് മാത്രമല്ല, ഇവരൊക്കെ ഇതിനെ ഈ തരത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും കൂടി ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ നോർമലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. യുവാക്കളൊക്കെ അതിന്റെ സ്വാധീനത്തിൽ വരുന്നുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് കൂടിയാണല്ലോ ഈ സിനിമാ താരങ്ങളൊക്കെ. അപ്പോൾ മാരകമായ പരിക്കാണ് നമ്മുടെ സാമൂഹ്യ ആരോഗ്യത്തിന് നേരിടുന്നത് എന്ന ഒരു കാര്യം പരിഗണിക്കുമ്പോൾ ഈ കാര്യത്തിൽ ഈ വഴിതെറ്റിപ്പോയ കുഞ്ഞാടുകളെ തിരികെ കൊണ്ടുവരാൻ എന്താണ് ചെയ്യാൻ പറ്റുക? അഭിലാഷേ, പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ വാർത്തകളിൽ ഇടം പറ്റുമ്പോൾ ഇതിന്റെ സാങ്കേതികത്വങ്ങൾ പറഞ്ഞാണ് നമ്മൾ അധികവും നമ്മുടെ സമയം പാഴാക്കാറുള്ളത്. പക്ഷെ സത്യത്തിൽ ആത്മാർത്ഥമായി ഈ വിഷയത്തെ നമ്മൾ സമീപിക്കുവാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിന്റെ മാറ്റത്തിന്റെ ചാലകശക്തികളാകേണ്ട കലാകാരന്മാർ ഇത്തരത്തിലുള്ള ഡ്രഗുകൾക്ക്, അബ്യൂസിന് വിധേയമാവുകയും പ്രസിദ്ധിക്കപ്പുറത്തേക്ക് കുപ്രസിദ്ധികൾ ആഘോഷിക്കപ്പെടുകയും ഒക്കെ. ഇപ്പം നമുക്കറിയാം, നമ്മുടെ സിനിമ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പലപ്പോഴും ചില വെടുവ വർത്തമാനങ്ങൾ, ഇപ്പം ലഹരികളുടെ അബ്യൂസുകളെ കുറിച്ചൊക്കെയുള്ള ചില ഒളിഞ്ഞുള്ള ചില കമന്റുകളൊക്കെ ഇവർ പാസ്സാക്കുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ഈ വളർന്നു വരുന്ന നമ്മുടെ തലമുറയെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് ശരിക്കും രാഹുൽ പറഞ്ഞ പോലെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്.
നമുക്കറിയാം ഈ മാതൃകകൾ നഷ്ടപ്പെട്ടു പോകുന്നു നമ്മുടെ യുവതലമുറയ്ക്ക് എന്നുള്ളത് ഒരു ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് ഒരു മാനുഷികമായിട്ടുള്ള ഒരു ചിന്ത നമ്മൾ കൊണ്ടുവരണം. നമുക്കറിയാം ഇപ്പം ഈ അടുത്ത നാളിൽ ഈ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഈ നാട്ടിൻപുറത്ത് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ വായിച്ചു. അതായത് ഈ നമ്മുടെ കുട്ടികൾ ഡ്രഗ് ഉപയോഗിക്കുന്നതോ കൊടുക്കുന്നതോ കണ്ടാൽ കൈയും തലയും തമ്മിൽ ഏറ്റുമുട്ടും എന്ന രീതിയിൽ ഒരു അക്രമത്തിന്റെ മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയല്ല, പലപ്പോഴും നമുക്കറിയാം ഈ പ്രത്യേകിച്ച് ഒരു കൗമാര പ്രായത്തിലൊക്കെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്യൂരിയോസിറ്റി അവരുടെ ഉള്ളിലുണ്ടാവും. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ യഥാർത്ഥ ദിശയിലല്ല സഞ്ചരിക്കുന്നത്. ഒരുപക്ഷെ ഞങ്ങളൊക്കെ എംപോസിഷൻ എഴുതി പഠിച്ചിട്ടുള്ള മയക്കുമരുന്നുകളുടെ പേരുകൾ വരെ ഇന്ന് നമ്മുടെ നഴ്സറിയിലുള്ള കുട്ടികൾ വരെ ആ പേരുകൾ വരെ ഉച്ചരിക്കുന്നു. അപ്പൊ നമുക്ക് ഓർക്കേണ്ടത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു ബോധനം അത് തുടങ്ങേണ്ടത് എപ്പോഴും മാതാപിതാക്കളിലാണ്. ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ ഈ മാറിയ കാലത്തെ ഈ ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് ആ കാര്യത്തിനകത്ത് കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണം, ആരോഗ്യകരമായി ബൗണ്ടറി എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഇന്നത്തെ നമ്മുടെ പേരൻസിന് അറിയത്തില്ല. അപ്പൊ അവിടെ ആ പേരൻസിലാണ് യഥാർത്ഥത്തിൽ ബോധവൽക്കരണം തുടങ്ങേണ്ടതും. അത്തരത്തിലുള്ള ബോധവൽക്കരണം നടത്തുന്ന ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ടെൻഡൻസികൾ, അതായത് മക്കളെ പേടിക്കുന്ന ധാരാളം മാതാപിതാക്കൾ കുടുംബങ്ങളിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരുമ്പോൾ അവരെ പ്രോപ്പറായിട്ടുള്ള മാനസികാരോഗ്യ റെഡ് സിംബലുകളായി ഇത് കണ്ടുകൊണ്ട് ഒരു വിദഗ്ധമായിട്ടുള്ള കൗൺസിലിങ്ങും അതുപോലെ തന്നെ ഇപ്പൊ ഡി അഡിക്ഷൻ എന്നൊക്കെ പറയുന്നത് ഭ്രാന്തിന്റെ ചികിത്സ പോലെയായിട്ട് ചില ആൾക്കാർ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയല്ല, നമുക്കറിയാം ഈ സിന്തറ്റിക് പോലെയുള്ള പല ഡ്രഗുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കേവല യൂസുകൾ തന്നെ നമ്മുടെ അസറ്റായിട്ടുള്ള നമ്മുടെ മസ്തിഷ്കത്തെ അഡിക്റ്റീവ് ആക്കുകയും സാരമായിട്ടുള്ള വ്യക്തിത്വ വൈകല്യങ്ങൾ വ്യക്തികളിൽ സംഭവിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് മച്ചുറായി വരുന്ന ബ്രെയിൻ, ഈ മച്ചുറായി വരുന്ന ബ്രെയിന് ഏർലി ആയിട്ട് ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗുകളുടെ ഇൻഫ്ലുവൻസ് അക്രമവാസനയിലേക്കും ഇൻഹിബിഷൻ ഇല്ലാതെ എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം എന്ന തലത്തിലേക്ക് അവരെ മാറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ മാനസികാരോഗ്യ പരിശോധനകൾക്കും വേണ്ടി വന്നാൽ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടേണ്ട, മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ് ഇതിന് ഈ വിഷയത്തിനകത്ത് എന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഡി അഡിക്ഷൻ എന്നുള്ളത്. അത് നമുക്ക് ഒരു നോർമലായ കാര്യമാണ്, ആ നിലയ്ക്ക് അത് ഉൾക്കൊള്ളണം. ഒരു വിഷയത്തിലേക്ക് കൂടി ഇടവേളയ്ക്ക് മുമ്പ് ശ്രീമതി സജിത മഠത്തിൽ, ഇവിടെ നേരത്തെ ശ്രീ സജി നന്ദിയാട്ട് IC കുറിച്ച് പറഞ്ഞു. ശരിയാണ്, ഇപ്പോൾ മലയാള സിനിമയിൽ IC എന്നുള്ളത് ഹൈക്കോടതി ഉത്തരവുണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ സിനിമകളെ സംബന്ധിച്ച് IC നിർബന്ധമാണ്. പക്ഷേ IC നിർബന്ധമാണ്, IC ഉണ്ട് എന്നുള്ളത് കൊണ്ട് IC ഇല്ലാത്ത കാലത്തേക്കാൾ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഒരു പ്രശ്നം ഉണ്ടായാൽ ഇന്ന കാര്യങ്ങൾ IC മുമ്പാകെ അറിയിക്കാം, അതിൻ്റെ ഒരു ഡ്യൂ പ്രോസസ് ഉണ്ട്, അതനുസരിച്ച് അവിടെ കാര്യങ്ങൾ നടക്കുമെന്ന അവസ്ഥ ഒരു മലയാളം സിനിമയുടെ ലൊക്കേഷനിൽ വന്നിട്ടുണ്ടോ? എന്താണ് താങ്കളുടെ അനുഭവം? നോക്കൂ, ചില കാര്യങ്ങള് പിന്നെ നമ്മൾ ഒന്നിച്ച് ഒരു 10 സ്റ്റെപ്പ് നമുക്ക് ഒന്നിച്ച് വെക്കാൻ പറ്റില്ലല്ലോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്കാണ് IC രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. IC രൂപീകരിക്കുന്ന സമയത്ത് ഫിലിം ചേംബറിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അതാത് പ്രൊഡക്ഷനുകളിൽ IC നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പം അത് കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ IC മെമ്പേഴ്സിന് ഇതിനെക്കുറിച്ച് എന്താണ് IC എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്പുകളിലൂടെയൊക്കെ അവർ കടന്നു പോവുക എന്നുള്ളതാണ്. അല്ലാതെ പലർക്കും അറിയില്ല യഥാർത്ഥത്തിൽ എന്താണ് IC കമ്മിറ്റിയുടെ ഭാഗമായി ഇരിക്കുമ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള നിയമ പരിജ്ഞാനമില്ലായ്മ യഥാർത്ഥത്തിൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പം അത് കൃത്യമായിട്ട് വരേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് കൃത്യമായിട്ട് പ്രൊഡക്ഷനിലുള്ള എല്ലാവരെയും ഈ ICയുടെ ഇൻഫർമേഷൻസ് കൊടുക്കണമെന്ന് മോണിറ്ററിംഗ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ ഒട്ടിച്ചു വെക്കുക അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ കൃത്യമായിട്ടല്ല. IC നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്ക് ഈ ICയിൽ കൃത്യമായിട്ട് പറയാവുന്നതാണ്, പരാതിപ്പെടാവുന്നതാണ്, നിങ്ങൾക്ക് ഇന്ന രീതിയിലുള്ള സപ്പോർട്ട് കിട്ടും എന്ന ഇൻഫർമേഷൻ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. അത് സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് അത് സംഭവിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ വിൻസിയുടെ ഈ കേസ് അത്തരം കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു.
രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റെപ്പിലേക്കൊക്കെ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഇൻഡസ്ട്രിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ്. അതൊരു പ്രേരണ ആവട്ടെ എന്ന് എല്ലാവർക്കും ആഗ്രഹിക്കുകയും. എനിക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഇതേ അതിഥികളിലേക്ക് 2 മിനിറ്റിനുള്ളിൽ ചർച്ച അടുത്ത ഘട്ടത്തിൽ. കൃഷി സജി നന്ദിയാട്ട്, ഈ പരാതി പുറത്തു വന്നപ്പോൾ തന്നെ ഇതേ സിനിമയിൽ അഭിനയിച്ച മറ്റൊരു വ്യക്തി ഷൈനിന്റെ പെരുമാറ്റത്തെക്കുറിച്ച്, അയാളുടെ സാധാരണ നിലയ്ക്കുള്ള പെരുമാറ്റത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു. ശ്രീനാഥ് ഭാസിയെക്കുറിച്ച് ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇത് വളരെ വ്യാപകമാണ്, എല്ലാവർക്കും അറിയാവുന്ന സിനിമയിൽ വ്യാപകമായ ഡ്രഗ് അബ്യൂസ് ഉണ്ട് എന്ന് പുറത്തേക്ക് വരികയാണ്. മുമ്പ് അതൊക്കെ ഈ എന്താ പറയുക, ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനലുകൾ പേരില്ലാതെ പറയുന്നതോ ഗോസിപ്പോ ഒക്കെ ആയിരുന്നെങ്കിൽ സിനിമയിലുള്ള ആളുകൾ തന്നെ ഇത്ര വ്യാപകമായ ഡ്രഗ് അബ്യൂസ് ഈ സിനിമ ഇൻഡസ്ട്രിക്കകത്ത്, ലൊക്കേഷനുകൾക്കകത്ത്, സിനിമകളുടെ സെറ്റിൽ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ഒരു കറക്ഷൻ ഉണ്ടാവേണ്ടത് യഥാർത്ഥത്തിൽ അകത്തു നിന്നാണ്. തീർച്ചയായിട്ടും എൻഫോഴ്സ്മെന്റും വേണം. അതിനായിട്ട് ഇപ്പോൾ എക്സൈസ് മന്ത്രി തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നാളെ ഷൂട്ടിംഗ് സെറ്റുകളിലേക്ക് പോലീസ് അല്ലെങ്കിൽ ഈ ഇതിന് നിയോഗിക്കപ്പെടുന്ന സേന വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലാതെ എങ്ങനെയാണോ കാര്യങ്ങൾ നടക്കേണ്ടത് അതുപോലെ നടക്കണമല്ലോ. ഇപ്പോൾ ഷൈൻ്റെ തന്നെ മുമ്പൊരു കേസ് എങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രി ബോഡീസ് പുലർത്തേണ്ട ഉത്തരവാദിത്തങ്ങൾ പുലർത്തുമോ എന്നുള്ളതാണ് ഇനി നമുക്കറിയേണ്ടത്. തീർച്ചയായിട്ടും അഭിലാഷ, നമുക്ക് വേണ്ടത് എന്താണ്? പണം മുടക്കുന്ന വ്യക്തികൾക്ക് അവരുടെ പ്രോഡക്റ്റ് സിനിമയാണ്. ആ സിനിമയിൽ ഭംഗിയായി സിനിമ ചിത്രീകരിക്കപ്പെടണം. നിശ്ചിത ദിവസത്തിനുള്ളിൽ ആ ബിസിനസ് കൃത്യമായി പൂർത്തീകരിക്കണം. അതിന് വേണ്ടത് നമുക്ക് നല്ലൊരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷം ഇല്ലാതാക്കുന്നത് ലഹരിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, ചേംബറുടെ ഭാഗത്തു നിന്നുള്ള ആരും തന്നെ ഇത്തരം നടപടികളെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. കാരണം ഞങ്ങളാണ് പണം മുടക്കുന്നവർക്ക് വേണ്ടിയുള്ളവരാണ് ഞങ്ങളെല്ലാം. ഞങ്ങൾ ആത്മാർത്ഥമായി ഈ രംഗത്തുനിന്ന് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ലഹരിയും അതുപോലെ സ്ത്രീകൾ വളരെ കൃത്യമായി പറയാം, അവർ സുരക്ഷിതരായിരിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. പക്ഷേ 10,000-കണക്കിന് ആൾക്കാർ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ എല്ലാവരും വ്യത്യസ്തരായ ആൾക്കാരാണ്, വ്യത്യസ്ത സ്വഭാവമുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും, ഞാനിപ്പോൾ ഒരു കാര്യം പറയാം, 3-4 വർഷമായി നമ്മളിത് ചർച്ചകൾ ചെയ്യുന്നു. നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്യുന്നു, വിമർശനങ്ങൾ ഉന്നയിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. പൊതുസമൂഹം വളരെ വിജിലൻ്റായി നിൽക്കുന്നത് കൊണ്ട് സിനിമാ മേഖലകളിൽ ഇപ്പോൾ വളരെയധികം ഈ ലഹരി ഉപയോഗം ഉൾപ്പെടെ, സ്ത്രീകളെ ഏതെങ്കിലും തരത്തിലുള്ള ഹറാസ്മെന്റ് ഉൾപ്പെടെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, സിനിമാ മേഖലയിൽ എപ്പോഴുണ്ടായാലും അത് പൊതുസമൂഹത്തിലേക്ക് വരും. കാരണം സിനിമാ മേഖലയിലാവുന്നുണ്ട്, അത് ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനിയും മറ്റൊരു കാര്യം, കാരണം എനിക്ക് 8:15 അഭിലാഷ് എന്നെ വിടുമെന്ന് ഞാൻ കരുതുന്നു. ഒരു കാര്യം ഇവിടെ പറയാം. ഇപ്പോൾ പലരും ചോദിക്കുന്നു, ഇങ്ങനെ ഈ വിൻസി പറഞ്ഞ ആളാരാണോ ആ ആളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോണു? സ്വാഭാവികമായും ഒരു സംഘടനാപരമായ തീരുമാനത്തിനപ്പുറം ഇവിടെ വേറൊരു വ്യക്തത കൂടെ വരുത്താൻ ഞാൻ ആഗ്രഹിക്കുക ചർച്ചയിൽ. കാരണം എല്ലാവരും ചോദിക്കുന്നത് തിങ്കളാഴ്ച എന്ത് സംഭവിക്കും എന്നാണ്. ഇവിടെ വനിതാ കമ്മീഷൻ ഫിലിം ചേംബറിനെ മോണിറ്ററിംഗ് കമ്മിറ്റി ഏൽപ്പിച്ചപ്പോൾ ഇവിടെ ചില ആക്ടുകളുണ്ട്. ഒരു സംഘടനയ്ക്ക് തീരുമാനമെടുക്കുന്ന പോലെ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ആ ആക്ട് അനുസരിച്ച് ഇവിടെ ഐസിക്കാണ് പവർ. ഐസി നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ആർക്ക്? ഈ പറഞ്ഞിരിക്കുന്ന വിൻസി ആരെയാണോ ശരിയാണ്, വ്യക്തികൾക്കും അത് സാങ്കേതികത്വമാണ്. നിയമം ഇപ്പോൾ ഒരാളെയും തൊഴിൽ വിലക്കാനൊന്നും പറയുന്നില്ല. പക്ഷേ ജനങ്ങൾ ലക്ഷോപലക്ഷം ജനം കേൾക്കുന്നതായത് പറഞ്ഞാൽ അത് ക്ലാരിഫൈ ചെയ്തോളൂ. എനിക്കതിൽ ചോദ്യമുള്ളത്, ഇപ്പൊ വിൻസി പറഞ്ഞത് എനിക്ക് ഇനി അയാളുടെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല എന്നുകൂടി പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാരണം ഒരു നടിക്ക് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തെക്കാൾ ഈ കുറ്റവാളിയായ ആൾ മാറി നിൽക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. ശരിയാണ്, നിയമം അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റുമെന്നും പറയുമ്പോൾ ആരാണ് കാസ്റ്റ് ചെയ്യുക? പ്രൊഡ്യൂസർ അല്ലേ തീരുമാനിക്കേണ്ടത് ആരെന്റെ സിനിമയിൽ വേണം? അപ്പൊ പ്രൊഡ്യൂസർമാർക്ക് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, ലഹരി ഉപയോഗിച്ച്, ഇപ്പൊ വളരെ പേഴ്സണൽ ആയിട്ട് ലഹരി ഉപയോഗിക്കുന്നതിനെ കുറിച്ചല്ല, ലഹരി ഉപയോഗിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ആളുകൾ എന്റെ സിനിമയിൽ വേണ്ട എന്ന് എംപ്ലോയർക്ക് തീരുമാനിക്കാലോ? നീ കറക്റ്റ്, യു സെഡ് ഇറ്റ് അഭിലാഷ്. ഞങ്ങൾ പരിചയപ്രാപ്തരായ പ്രൊഡ്യൂസർമാർ ഇത്തരം ആളുകളെ വെച്ച് പടം നിർമ്മിക്കാതിരിക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർ ഇവരുമായി സിനിമാ പ്രോജക്റ്റിൽ ഏർപ്പെട്ട് അഡ്വാൻസും കൊടുത്ത് വരുമ്പോൾ ഇന്നയാൾ പടം ചെയ്യരുത് എന്ന് പറയാൻ ഞങ്ങൾക്ക് ജനാധിപത്യ രാജ്യത്ത് അവകാശമില്ല. കാരണം അഭിലാഷിന് അറിയാം, നമ്മുടെ ഭരണഘടന എക്കണോമിക് ഫ്രീഡം എല്ലാവർക്കും ഒരുപോലെ നൽകുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ നമുക്ക് ഇന്നയാളോട് നിങ്ങൾ ഇന്നയാളെ വെച്ച് പടം ചെയ്യരുത് എന്ന് പറയാനുള്ള
അവകാശം ഞങ്ങൾക്ക് ഇല്ല. അടുത്തത്, ഈ പറയുന്ന ICK ഈ പറഞ്ഞ നടന്റെ മേൽ നടപടിയെടുക്കാം. എന്താണ്? 1 വർഷം വരെ, അഭിലാഷ് നോട്ട് ചെയ്യണം, 1 വർഷം വരെ ഈ വ്യക്തിയെ മാറ്റി നിർത്താനുള്ള അവകാശം ICക്കുണ്ട്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് അവർ പോകണം. വ്യക്തിപരമായി ആസ് എ ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി, മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ മെമ്പർ എന്ന നിലയിലും എൻ്റെ അഭിപ്രായം ഈ നടനെ മാറ്റി നിർത്തണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പൊതുസമൂഹം സമ്മതിക്കില്ല. ഈ പെൺകുട്ടി പറയുന്നത് എന്താണ്? എനിക്കുള്ള അനുഭവം ഇതാണെങ്കിൽ, ആ വളരെ അവധാനതയോടെയാണ് ആ പെൺകുട്ടി, പ്രായം കുറവാണെങ്കിലും വളരെ പക്വതയോടെയാണ് ആ കുട്ടി സംസാരിച്ചത്. ഈ ആളെ ഞാൻ നശിപ്പിക്കാൻ തയ്യാറല്ല. ഇയാൾക്കെതിരെ നിയമ നടപടികൾക്കപ്പുറം ഇദ്ദേഹത്തെ കഴിയുമെങ്കിൽ ഈ രാഹുൽ ഈശ്വർ ഇപ്പൊ പറഞ്ഞതുപോലെ നന്നാക്കി എടുക്കുക. എനിക്കതിന് വിശ്വാസമില്ല കേട്ടോ. നന്നാകുന്ന ഒരു വ്യക്തിയാണ്. 2015 മുതൽ നന്നാകാത്ത ആളെ 2025 നന്നാക്കി കളയാം എന്ന് ഞാൻ ധരിക്കുന്നില്ല. എങ്കിലും ഒരു കോമ ഇടുകയാണ്. അങ്ങനെ നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ. അതിനനുസരിച്ചുള്ള നടപടികൾ IC എടുക്കുമ്പോൾ ICക്കാണ് സുപ്രീം അതോറിറ്റി. ICയുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നാൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഇടപെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഒരാളെ മാറ്റി നിർത്താൻ, പ്രത്യേകിച്ച് അഭിലാഷ് അറിയാം, അഭിലാഷിനെ പോലെ നല്ല കഴിവുള്ള ഒരു മാധ്യമപ്രവർത്തകൻ അറിയാം. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റൂൾ ഇവിടെയുണ്ട്. ആ റൂൾ അനുസരിച്ച് ഒരു വ്യക്തിയുടെ ജോലി വിലക്കാൻ മറ്റൊരു സംഘടനയ്ക്കോ വ്യക്തികൾക്കോ, നമുക്കറിയാം ശ്രീ വിനയന്റെ കേസ് അറിയാം, അതുപോലെ തന്നെ നമുക്ക് ശ്രീ തിലകൻ ചേട്ടന്റെ കാര്യം അറിയാം. ഇത് നമുക്ക് അവകാശമില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് പൊതു ചർച്ചയിൽ, ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ കയ്യടിക്ക് വേണ്ടി നമുക്ക് എന്തും സംസാരിക്കുന്നതിനപ്പുറം പക്വതയോടെ അവധാനതയോടെ കാര്യങ്ങൾ നമുക്ക് പറയാം. ഇവിടെ ഇരുന്നുകൊണ്ട് മറ്റാർക്കെങ്കിലും ഏമ്പക്കം വിടാൻ നമ്മൾ എന്തിനു വായിക്കോട്ട വിടണം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കൃത്യമായി ഇതിനൊരു സ്ട്രാറ്റജി ഉണ്ട്, ഇതിനൊരു നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമം അനുസരിച്ച് പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലും വീഴ്ച വന്നാൽ ചേംബറിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ല, ചേംബറിന്റെ ഈ പറഞ്ഞ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് അവിടെ ഒരു സേ ഉണ്ടാവും. അതനുസരിച്ച് മുന്നോട്ട് പോകണം. അതിന് ഞങ്ങൾ എന്ത് വില കൊടുത്തും ഈ ശുദ്ധീകരണം നടത്തും. സിനിമാ മേഖലകളിൽ ലഹരി എന്ന് പറയുന്നത് സമൂഹത്തെ കാർന്നിരുന്ന ക്യാൻസറാണ്. ഈ സമൂഹം നന്നാകണം. ഈ ഒരു രാജ്യം നശിപ്പിക്കാൻ, അവിടുത്തെ വിദ്യാഭ്യാസം നശിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞതുപോലെ ഒരു രാജ്യം നശിപ്പിക്കാൻ അവിടെ ഈ പറഞ്ഞ ഡ്രഗ് കൊണ്ടുവന്നാൽ ആ രാജ്യം ശരിയാണ്. എന്ന് മാത്രമല്ല, മറ്റാരേക്കാൾ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളുകൾ സന്ദേശങ്ങൾ കൊടുക്കാൻ സിനിമാ പ്രവർത്തകരാണ്. പ്രത്യേകിച്ച് ഈ താരങ്ങളെ സംബന്ധിച്ച് അവർക്ക് വലിയ ഫാൻ ഫോളോവിംഗ് ഉണ്ട്. അവർ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കും. അപ്പൊ താരങ്ങളുടെ ഓരോ ചലനവും വാക്കുമൊക്കെ പ്രസക്തി ഉള്ളതാണ്. കാരണം അത് ഫോളോ ചെയ്യാൻ ധാരാളം ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പൊ നമ്മുടെ തന്നെ പല ഫിലിം പ്രൊമോഷൻ രംഗങ്ങൾ എടുക്കൂ. യൂട്യൂബ് ചാനലുകൾക്ക് വേണ്ടി ഫിലിം പ്രൊമോട്ട് ചെയ്യുന്നു. ഫിലിം പ്രൊമോട്ട് ചെയ്യണം, യാതൊരു തർക്കവുമില്ല. അപ്പൊ ആ ഫിലിം പ്രൊമോഷന്റെ ഭാഗമായി വരുന്ന പല കാര്യങ്ങളും, ഇപ്പൊ ഡ്രഗ് യൂസിനെ തന്നെ ന്യായീകരിക്കുന്ന എത്രയോ കമന്റുകൾ ഇതേ ഷൈൻ ടോം ചാക്കോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞത്, ഇങ്ങനെ സിനിമാക്കാർക്ക് മാത്രമായിട്ട് ഉള്ള ഡ്രഗ് ഒന്നും ഇല്ലടേ, ഇതൊക്കെ എല്ലാവർക്കും കൂടി ഉള്ളതാണ് എന്ന് പറഞ്ഞ യൂട്യൂബ് വീഡിയോ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് ഒരു തരത്തിൽ നോർമലൈസ് ചെയ്യപ്പെട്ടു. ഒരുപാട് ആളുകൾ ഷൈൻ അല്ലെങ്കിൽ ഇന്ന ആൾ അത് ചെയ്യുന്നുണ്ട് എന്ന മട്ടിൽ അതിന് സ്വാധീനത്തിലാവുന്നുമുണ്ട്. അപ്പോൾ ഇതൊരു ഗുരുതരമായ പ്രശ്നം എന്നുള്ള നിലയിൽ തൊഴിൽ വിലക്കാനുള്ള അവകാശം ആർക്കുമില്ല. ഞാൻ അതിനോട് എഗ്രി ചെയ്യുന്നു, ഞാൻ ആ വാദക്കാരനുമാണ്. അതിനപ്പുറത്ത് ഇപ്പോൾ ഒരു തൊഴിലുടമയ്ക്ക് അയാളുടെ തൊഴിൽ സ്ഥാപനത്തിൽ ഇന്ന നിയമങ്ങൾ വേണം എന്ന് വെക്കാമല്ലോ. അതുപോലെ ഒരു തൊഴിൽ ഉടമ എന്നുള്ള നിലയിൽ ഒരു പ്രൊഡ്യൂസർ എന്ത് ചെയ്യും വരുന്ന കാലത്ത്? ഒരു വ്യക്തി എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, മറിച്ച് ഡ്രഗ് അബ്യൂസ് എന്നുള്ളതാണ് വിഷയം. അത് ഉണ്ടാവാതിരിക്കാൻ, ഡിസിപ്ലിൻ ഉണ്ടാവാൻ, സ്ത്രീകൾ ആക്രമിക്കപ്പെടാതിരിക്കാൻ ഒരു തൊഴിലുടമ എന്നുള്ള നിലയിൽ ഒരു പ്രൊഡ്യൂസർ എന്ത് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് സജയ് നന്ദേട്ടനിൽ നിന്ന് അറിയേണ്ടത് ചുരുങ്ങിയ വാക്കുകളിൽ. തീർച്ചയായും ഇത്തരക്കാരെ ഒഴിവാക്കാൻ പ്രൊഡ്യൂസർമാർ തയ്യാറാവണം. അതല്ലേ ഞാൻ പറഞ്ഞത്. നമുക്ക് സമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ട്. സമൂഹമല്ലെങ്കിൽ നമ്മളില്ല. സോഷ്യോളജി പറഞ്ഞ പോലെ മേൻ ഈസ് എ സോഷ്യൽ ആനിമൽ, മേൻ കനോട്ട് ലീവ് വിതൗട്ട് സൊസൈറ്റി എന്നാണ്. നമുക്ക് സമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ട്. സമൂഹമല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? സമൂഹത്തിലെ എല്ലാ ചലനങ്ങളും നമ്മളെ ബാധിക്കുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ വ്യക്തി ആരാണോ ആ വ്യക്തി ഉൾപ്പെടെ സമൂഹത്തിന് മാതൃക കാണിക്കണം, ചെറുപ്പക്കാർക്ക് മാതൃക കാണിക്കണം. ഇവരിടുന്ന ഡ്രസ്സ് പോലും അനുകരിക്കുന്നവരുണ്ട്, ഇവരെ അനുകരിക്കുന്നവരുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. ഇവർ സമൂഹത്തിന് മാതൃക കാട്ടണം. സിനിമ നന്നായിരിക്കണം. സിനിമ സമൂഹത്തെ നന്നാക്കാനാണ്. ഒരു സിനിമയിലും തിന്മ ജയിക്കുന്നില്ലല്ലോ. ഏത് സിനിമയുടെ ക്ലൈമാക്സിൽ നന്മയല്ലേ അഭിലാഷം ജയിക്കുന്നത്? അപ്പൊ തിന്മയെ നന്മ ജയിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ മാത്രം പോരാ, ഇവരുടെ ജീവിത രീതികൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ സിനിമാ സംഘടനകൾ
ഇവിടെ ഇരിക്കുന്ന റാണി ഉൾപ്പെടെ, ഇവിടെ ഇരിക്കുന്ന സജിതാ മഠത്തിൽ ഉൾപ്പെടെ, ഞങ്ങളുടെ പ്രസിഡന്റ് BR ജയിക്ക് ഉൾപ്പെടെ, ഞങ്ങളുടെ ചെയർമാൻ സുരേഷ് കുമാർ ഉൾപ്പെടെ എല്ലാ സംഘടനകളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഞങ്ങളുടെ ഈ മേഖലയിൽ നിന്ന് ഞങ്ങൾ ഡ്രഗിനെ ഒഴിവാക്കും, പിശാചിനെ ഞങ്ങൾ മാറ്റും, പകരം ഞങ്ങൾ ദൈവത്തെ, ഈശ്വരനെ സ്വീകരിക്കുന്നു. ഇവിടെ ഒരു സമാധാനം, അനാർക്കി ഉണ്ടാകാതിരിക്കാൻ, അരാജകത്വമില്ലാത്തൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ സിനിമാ മേഖലയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞങ്ങൾ ചെയ്യുമെന്നൊരു ഉത്തരവാദിത്വം ഞങ്ങൾ എടുക്കുമ്പോൾ പൊതുസമൂഹത്തിന്റെ, പ്രത്യേകിച്ച് മാതൃഭൂമിയുള്ള ചാനലുകളുടെ, നിങ്ങളുടെയൊക്കെ വലിയ സപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. ഞങ്ങൾ നടക്കുമ്പോൾ ഒരു വിധത്തിലും എല്ലാ മാധ്യമങ്ങളുടെ ഭാഗത്തും ഉണ്ടാവും. ഓക്കെ, ശ്രീമതി റാണി ശരൺ, ഇവിടെ വിൻസി പറയുന്ന ഒരു കാര്യം, എനിക്ക് മാത്രമല്ല ഇതുപോലെയുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളത്, മറ്റൊരു നടിക്ക് കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം വിൻസി പറയുന്നത് ഇനി ഇദ്ദേഹത്തിൻ്റെ കൂടെ സിനിമ ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഹർട്ടായ, അത്രയും ബുദ്ധിമുട്ട് നിറഞ്ഞൊരു സാഹചര്യത്തെയാണ് ആ ചലച്ചിത്ര പ്രവർത്തകർ നേരിടുന്നത്. അങ്ങനെ എത്ര കുട്ടികളുണ്ടാവും? ഇപ്പോൾ IC ഉണ്ട്, പക്ഷെ IC ഉണ്ട് എന്നുള്ളതുകൊണ്ട് IC എത്രമാത്രം ഫലം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഗൗരവതരമായ ചോദ്യം നിങ്ങളുടെ ഇൻട്രോസ്പെക്ഷൻ എന്നുള്ള നിലയിൽ നടത്തേണ്ടതല്ലേ? ഇപ്പോൾ സിനിമാ ജോലി എന്ന് പറയുന്നത് അതൊരു സ്ഥിരം എംപ്ലോയ്മെന്റ് അല്ല, മറിച്ച് ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയിൽ കാസ്റ്റ് ചെയ്യപ്പെടണം. അത് ഈ പറഞ്ഞ ആളുടെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കണം, അത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ ഞാനൊരു പരാതി പറഞ്ഞാൽ, എനിക്ക് നേരിട്ട ഒരു അനുഭവം തുറന്നു പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക അവരെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഇതുപോലെ വളരെ വളരെ സെൻസിറ്റീവായ ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെ ഈ കാര്യങ്ങൾ ശരിയാക്കാം എന്നുള്ളത് ഗൗരവപൂർണ്ണമായ അന്വേഷണം ആവശ്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റികൾ ഫലപ്രദമാണോ എന്നൊരു സ്വയം പരിശോധന നിങ്ങൾ നടത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും അഭിലാഷ്, കാരണം നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ടും ഇത് തുടങ്ങിയപ്പോൾ മുതലും അത് ഏറ്റവും എഫക്റ്റീവായിട്ട് നടത്താനുള്ള ശ്രമങ്ങളിൽ തന്നെ ഞാൻ പറയാതെ തന്നെ അഭിലാഷിന് അറിയാമല്ലോ, നമ്മൾ എന്ത് കാര്യങ്ങളും തുടങ്ങുമ്പോൾ അതിനെ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആളുകളെ അതിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എടുക്കുന്നൊരു സമയമുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ അശ്രാന്ത പരിശ്രമം എന്ന് പറയുന്ന പോലെ തന്നെ നിരന്തരമായിട്ട് അതിന് തന്നെയാണ് ശ്രമിക്കുന്നത്. ഇപ്പം ഈ വിൻസിയുടെ ഈ ഒരു കേസ് എന്ന് പറയുന്നത് ശരിക്കും ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഇതിനു മുൻപൊക്കെ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും വളരെ ഗോപ്യമായിട്ട് ചില സംഘടനകളുടെ അകത്ത് മാത്രം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, ഇത് അങ്ങനെ അങ്ങ് ഒതുക്കി തീർക്കാം എന്ന രീതിയിൽ തീർന്നതായിട്ടൊക്കെ ഒരുപാട് പേര് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്കത് പബ്ലിക്കിലേക്ക് ഒരിക്കലും വരാൻ സാധിക്കില്ല. ഇപ്പോഴും ഏത് കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഇത് പറയാൻ പേടിക്കുന്നത്, ഇത് പറഞ്ഞാൽ പറയുന്ന ഞാൻ നാളെ ഉണ്ടാവില്ല, എനിക്ക് വേറൊരു ജോലിയില്ല, അല്ലെങ്കിൽ ഞാൻ പാഷനേറ്റ് ആയിട്ട് വന്നൊരു ജോലിയാണ്, എനിക്കിവിടെ തുടരാൻ സാധിക്കില്ല. ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, ഇപ്പം നേരത്തെ താങ്കൾ ഉപയോഗിച്ച വാക്ക് ഇൻട്രോസ്പെക്ഷൻ, ഇത് ആരൊക്കെ അത് ചെയ്യണമോ, ഞങ്ങൾ ഒരു സംഘടന മൊത്തമായിട്ട്, ഞങ്ങളുടെ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ആ സിസ്റ്റം മൊത്തം എല്ലാവരും അതിലിരുന്ന് ചിന്തിക്കേണ്ടതാണ്. ഈ ഒരു പ്രശ്നത്തെ ഞങ്ങൾക്ക് ഒരു സന്തോഷം തന്നെ അതാണ്, അത് മോണിറ്ററിംഗ് കമ്മിറ്റിയിലേക്കാണ് വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു തരത്തിലും അത് ഓരോ വ്യക്തിപരമായ സംഘടനകളിൽ കൂടിയോ അല്ലെങ്കിൽ ഇത് ട്രാൻസ്പെറൻസി ഇല്ലാതെ ഡൈല്യൂട്ട് ആയിട്ടോ ഇത് ഹാൻഡിൽ ചെയ്യപ്പെടില്ല. അപ്പോൾ വിൻസിയുടെ ഒരു കാര്യത്തിൽ ഞങ്ങൾ എടുക്കുന്ന വളരെ ശക്തമായ ഒരു തീരുമാനത്തിലൂടെ ഞങ്ങൾക്ക് സിനിമാ ലോകത്തുള്ള മറ്റുള്ളവർക്കും ധൈര്യം കൊടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് അഭിലാഷ് പ്രതീക്ഷിക്കുന്നത്. അല്ല, അവിടെ ശ്രീമതി റാണി, പരാതികളെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ മോണിറ്ററിംഗ് സമിതിയാണല്ലോ, അപ്പൊ ഈ സിനിമാ ഐസികൾക്ക് കൃത്യമായി പരാതി കിട്ടുന്നുണ്ടോ, അതോ നിയമം ഒരു IC ഉണ്ടാക്കണമെന്ന് അനുശാസിക്കുന്നത് കൊണ്ട് IC ഉണ്ട് എന്ന് കാണിച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ? അതല്ലെങ്കിൽ ICയിൽ പരാതി കിട്ടുകയും അതിൽ പരിശോധന നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ? എന്താണ് മോണിറ്ററിംഗിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്? തുടക്ക സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകുന്ന പ്രൊഡക്ഷൻ ഹൗസുകളും പ്രൊഡക്ഷൻ കൺട്രോളേഴ്സും ഉണ്ട്. അവരെക്കുറിച്ച് പറയാതെ പോകുന്നത് വളരെ മോശമായിരിക്കും, അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. അവരത് വളരെ കൃത്യമായി തന്നെ കീപ്പ് ചെയ്യാറുണ്ട്. ചിലരെന്താണെന്ന് വെച്ചാൽ അവിടെ ആ പേപ്പർ കൊടുത്താൽ മതി, അത് കുഴപ്പമില്ല, ഇങ്ങനെ 4 പേര് മതി, ഏതെങ്കിലും 4 പേരിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ്, അതായത് ഞങ്ങൾക്ക് ഒരു 2024 മെയിലെന്നാണ് എൻ്റെ ഓർമ്മ, നമ്മുടെ ഹൈക്കോർട്ടിൽ ജഡ്ജസ് ചേംബർ അവിടുത്തെ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ട് ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എല്ലാ ICകളുടെയും മോണിറ്ററിംഗ് കമ്മിറ്റിയുടെയും ഒക്കെ ആളുകളും, നമ്മുടെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണും ജഡ്ജിയും നമ്മുടെ പൂങ്കുഴലി മാം, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു, സജിത ചേച്ചിയും ഞാനും ഒക്കെ അതിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ വെച്ച് ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് കുറച്ച് കൂടുതൽ പറഞ്ഞതിന് ശേഷം, പിന്നെ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷവും അതിനു മുമ്പും ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെക്ക് ചെയ്യാറുണ്ട്, ഇല്ല എന്നല്ല പറയണത്. ഞങ്ങളത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട്, കാരണം സുരേഷ് ഏട്ടൻ ഞങ്ങളുടെ ചെയർമാൻ ഈ കാര്യത്തിൽ വളരെ പെർട്ടിക്കുലറാണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി തന്നെ പോകണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വളരെ പെർട്ടിക്കുലറാണ്. അപ്പം ഞങ്ങൾ അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത്തരം ചില തമാശകൾ ഞങ്ങൾ കാണാനിടയായിട്ടുണ്ട്.
അത് ആരുടെങ്കിലും പേരെഴുതി നീ എഴുതി ഒപ്പിട്ട് കൊടുത്തോ എന്നൊക്കെ ഒരു സിനിമയുടെ നിർമ്മാതാവ് അദ്ദേഹത്തിൻ്റെ മാനേജരോട് പറയുകയും അത് അപ്പം തന്നെ അവരോട് നമുക്ക് അവരെ ശകാരിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ശാസിക്കേണ്ടി വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ നിന്നൊക്കെ കാര്യങ്ങളെ ഈ ഒരു സമയം കൊണ്ട് ഒരുപാട് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം പോലും പൂർണ്ണമായ അവബോധമില്ല എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ പ്രശ്നം. ഈ ഒരു സംഭവം എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പറയില്ല ഒന്ന് കലങ്ങി തെളിയുക എന്ന് പറയുന്നത് പോലെ എല്ലാം ഒന്ന് കറക്റ്റായിട്ട് വരാൻ കാര്യങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു തൊഴിലിടം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വലി അത് അവരുടെ തൊഴിലിടമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഇത് പോകും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു പെർഫോമറാണ് ഷൈൻ ടോം ചാക്കോ. ശ്രീനാഥ് ഭാസിയും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഷൈനൊക്കെ കേരളത്തിൽ ഡ്രഗിന്റെ ഒരു അംബാസിഡർ, ബ്രാൻഡ് അംബാസിഡർ എന്ന മട്ടിൽ അറിയപ്പെടുന്നത് വലിയ കഷ്ടമാണ്. അതിന് ഈ കേസുകൾ മാത്രമല്ല, അവർ തന്നെ പറയുന്ന അവരുടെ പ്രൊമോഷണൽ വീഡിയോകളിൽ, ഇന്റർവ്യൂകളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ, അവരുടെ പെരുമാറ്റം, ചേഷ്ടകൾ, ഇതൊക്കെ അതിന് ഘടകമാണ്. അപ്പോൾ സമൂഹത്തിൽ വലിയ ഉത്തരവാദിത്വമുള്ള ആളാണ് ഞാനൊരു സ്റ്റാറാണ്. അപ്പോൾ എനിക്ക് സമൂഹത്തോട് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് തോന്നാത്തതും ഒരു പ്രശ്നമാകാം. ഈ യുവതലമുറയിൽപ്പെട്ട കാര്യത്തിൽ ഒരു സംശയവും അങ്ങനെ ഇവരിത് സീരിയസ് ആയി എടുക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് അന്താരാഷ്ട്ര എക്സാമ്പിൾസ് നോക്കാം. US-ൽ 1980s ജസ്റ്റ് സേ നോ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ അമേരിക്കക്കാർ കൊണ്ടുവന്നിരുന്നു. അത് യുനെസ്കോ ഒക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി പോർച്ചുഗലിലെ ഒരു എക്സാമ്പിളിൽ അവരൊരു ഡീക്രിമിനലൈസേഷൻ പ്ലസ് റീഹാബ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവര് വില്ലൻസ് അല്ല വിക്ടിംസ് ആണെന്നുള്ളത്. പൊതുവേ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജി ഹിയർ ഹോൾ ഹീൽ, ഇങ്ങനെ ഒരു സ്ട്രാറ്റജി നമുക്ക് എടുക്കാം. ഹിയർ എന്ന് പറയുന്നത് കേൾക്കുക, ആ ഡ്രഗ് അബ്യൂസിനെ തടയാൻ വേണ്ടി ഹിയർ കേൾക്കുക, സംസാരിക്കുക, കമ്മ്യൂണിറ്റി അവയർനെസ്. ഹോൾ അതായത് ഡ്രഗ് ഹോൾ, കഴിയുന്നത്ര ഡ്രഗ്സ് പിടിച്ചെടുക്കുക, അതിന്റെ സപ്ലൈ സൈഡിലെ ചെയിനുകൾ നശിപ്പിക്കുക, ഡ്രഗ്സ് നശിപ്പിക്കുക. ഹീൽ ഇവരുടെ റീഹാബിലിറ്റേഷൻ. അങ്ങനെ ഒരു ഹിയർ ഹോൾ ഹീൽ എന്നൊരു സമീപനം നമുക്ക് വേണം. ദയവായി ശ്രദ്ധിക്കുക, ഇത് അപ്രായോഗികമല്ല. പ്രായോഗികമെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്ന ആടുകളെ തിരിച്ചെത്തുന്ന ഇടയന് മാത്രമേ പ്രാക്ടിക്കൽ ഉള്ളൂ. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഷൈൻ ടോം ചാക്കോ മാറും, അല്ലെങ്കിൽ ഡ്രഗ് ഉപയോഗിക്കുന്ന AO BO മാറും. അവർക്ക് ജീവിതമില്ലേ? അയാൾക്ക് ഭാര്യ കാണില്ലേ? കുട്ടികൾ കാണില്ലേ? അയാൾക്ക് വീട്ടുകാർ കാണില്ലേ? അവരടക്കം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. ജോലി ഇല്ലാത്തപ്പോൾ സ്ട്രെസ് കൂടും. അതായത് ഇവരെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നിരിക്കട്ടെ, ഇവർക്ക് സ്ട്രെസ് കൂടും. അപ്പൊ ഇവർ കുറെ കൂടെ ചീപ്പ് സാധനങ്ങൾ ഉപയോഗിച്ചു തുടങ്ങും. അത് കൂടുതൽ ഇവരുടെ ശരീരത്തെ ബാധിക്കും. ഇതൊരു ലൂപ്പാണ്, അതായത് ഇതൊരു ചക്രവ്യൂഹമാണ്. ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? അഭിലാഷിനും എനിക്കും അവിടെ ഇരിക്കുന്ന എക്സ്പേർട്ടിനും അടക്കം റാണി മാഡത്തിനും അടക്കം നമുക്കെല്ലാവരുമാണ് ഇവരെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം. അതുകൊണ്ട് ഇതൊരു കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പോകണം. ഇത് വർക്ക് ചെയ്യും. കാരണം നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ടൊബാക്കോയുടെ കാര്യങ്ങളൊക്കെ എഫക്റ്റീവായ അവയർനെസ് ക്യാമ്പയിൻ കൊണ്ട് കുറച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് അതിന്റെ എംപിരിക്കൽ ഡേറ്റ ഉണ്ട്, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയ ഡേറ്റ ഉണ്ട്. അതുകൊണ്ട് ഈ ക്യാമ്പയിൻസ് ഒക്കെ ഗുണം ചെയ്യും. തീർച്ചയായിട്ടും ഒരു ഹിയർ ഹോൾ ഹീൽ എന്ന് പറയുന്ന സമീപനത്തിലേക്ക് പോകണം. നമ്മുടെ മാധ്യമങ്ങൾ എടുക്കുന്നത് വലിയ നിലപാടാണ്, അത് ഒരുപാട് ഗുണം ചെയ്യും. 2 കുട്ടികളുടെ അച്ഛനാണ്. എനിക്ക് നാളെ പേടിയാണ്, അവരൊരു 10-12 വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് കൺസംഷൻ ഏജ് ഒക്കെ വളരെ കുറഞ്ഞു വരികയാണ്. ഇവർ ഈ ക്യൂരിയോസിറ്റിയുടെ പേരിൽ വലുതാകാൻ. ഞാനും അഭിലാഷൊക്കെ പഠിച്ചിരുന്ന ഓർമ്മയാണ്, സുഗതകുമാരി ടീച്ചറിന്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു സിഗരറ്റ് വലിക്കുന്നതിനെ കുറിച്ച്. ഇന്ന് സിഗരറ്റൊക്കെ എന്ത് ഭേദവും തോന്നുന്നു, സിഗരറ്റ് മദ്യമൊക്കെ എത്ര ഭേദമാണെന്നാണ് ഇന്ന് തോന്നുന്നത്. ഇന്ന് പിള്ളേർ സ്റ്റാമ്പിനെ കുറിച്ച്, MDMA കുറിച്ച്, LSD കുറിച്ച്, സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അച്ഛനമ്മമാർക്ക് പേടിയാണ്. അവിടെയാണ് നമുക്കെല്ലാം കൂടെ കൺസെൻസസ് മതി, ഒരു തന്ത വൈബിന്റെ ആംഗിളിൽ വേണ്ട. പക്ഷെ എല്ലാവർക്കും യോജിപ്പുള്ള സ്ട്രാറ്റജീസ് ഗവൺമെന്റ് ഉണ്ടാക്കണം. ഗവൺമെന്റ് ഇന്ന് സീരിയസ് ടാസ്ക് ഫോഴ്സ് വേണം. യൂത്തിന്റെ ഇടയിൽ നിന്നൊരു ഇന്റലിജൻസ് നെറ്റ്വർക്ക്, ഈ കുട്ടികളുടെ ഇടയിൽ നിന്നുള്ളൊരു നെറ്റ്വർക്ക് പോലീസ് എടുക്കാൻ കഴിയണം. ഇത് കേരളം നോക്കുക, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് 3 ഇരട്ടി കേസുകളാണ്. പഞ്ചാബ് ആയിരുന്നല്ലോ ഇതിന്റെ ഡ്രഗ്സിന്റെ ഹോട്ട് ബെഡ്. പഞ്ചാബിന്റെ 300% കേരളത്തിൽ ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് പോലീസിംഗിന്റെ ബെറ്റർ ആണെന്ന് ന്യായീകരിക്കാം, പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ ആ ഇഷ്യൂ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് വേണം. ഷൈനോടുള്ള വളരെ സ്നേഹമുള്ള അഭ്യർത്ഥന, ഷൈൻ അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കണം. കാര്യം ഷൈൻ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, നിയമത്തെ അപഹസിക്കുന്നു, അപമാനിക്കുന്നു എന്നുള്ളൊരു ഫീല് വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ടാണ് റഹീംജിയെ പോലെ പൊതുവെ വളരെ ശാന്ത സ്വഭാവനായ, സോഫ്റ്റ് സ്പോക്കണായ ഒരു MP പോലും അതിശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ടി വന്നത്. അപ്പൊ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ആരാണെങ്കിലും അങ്ങനെ ചെയ്യരുത്. അത് ആർക്കും ഭൂഷണമല്ല. ഇവരെല്ലാം കുറച്ചുകൂടെ സീരിയസ് ആയി കാര്യങ്ങൾ എടുക്കണം. റോൾ മോഡൽ ആയില്ലെങ്കിലും ചീത്ത മോഡലുകളായി മാറാതിരിക്കാനെങ്കിലും അവർ നോക്കണം. തീർച്ചയായിട്ടും. അവിടെ ശ്രീ സോണി, ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള ആളുകൾ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് വരുന്നുണ്ട്. ഞാൻ ആ കേസുകളോ അതിന്റെ ഡീറ്റെയിൽസോ അത്തരം കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ ഈ ഫെയിമിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ അതൊരു അർത്ഥത്തിൽ ഒരു ചരടിലൂടെയുള്ള നടത്തമാണ്. എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാം. വിജയം പരാജയം എന്നുള്ളത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെയുള്ള അൺസർട്ടനിറ്റി ഒക്കെ ഉണ്ട്. ഈ കാര്യത്തിൽ ഈ പറഞ്ഞ അനിശ്ചിതത്വമൊക്കെ ഈ ഡ്രഗിലേക്കൊക്കെ പോകുന്നതിനൊരു ഘടകമാകാം. ഈ വളരെ പ്രശസ്തരായ ആളുകളുടെ ഡ്രഗ് യൂസിന് അതുമൂലമുള്ള മരണങ്ങൾ തന്നെ നമ്മൾ
പുറം രാജ്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, വളരെ പ്രശസ്തരായ ആളുകൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതിലൊരു പ്രശ്നം ഇവരുടെ ഈ പറഞ്ഞ അൺസർട്ടനിറ്റി കൊണ്ടുണ്ടാവുന്ന ഒരു പക്ഷേ ഒരു പോസിബിലിറ്റിയോ സാധ്യതയോ ഒരു തരത്തിലുള്ള തുടക്കമോ ഒക്കെ. രണ്ടാമത്തേത് ഇവരുടെ ഡ്രഗ് യൂസ് വലിയ തോതിൽ കോപ്പി ചെയ്യപ്പെടാനുള്ള, അത് അനുകരിക്കപ്പെടാനുള്ള സാധ്യത. ഇതിനെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അഭിലാഷേ, സത്യത്തില് ഒരു പ്രധാനപ്പെട്ട വിഷയമാണത്. ഇങ്ങനത്തെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്രെയിമിൽ നിൽക്കുന്ന ആളുകൾക്ക് നമ്മൾ സാധാരണക്കാരെ പോലെ തന്നെ പലതരത്തിൽപ്പെട്ട മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും ഒരു സാധാരണക്കാരൻ പോകുന്നത് പോലെ ഇത്തരത്തിലുള്ള മാനസികാരോഗ്യ വിഷയത്തെ ഒരു സാധാരണ സെറ്റിങ്ങിൽ പോയി അല്ലെങ്കിൽ ഒരു ഡോക്ടറെ പോയി കാണുക, കൗൺസിലിംഗ് എടുക്കുക എന്നൊക്കെ പറഞ്ഞവർക്ക് അത്ര സാധ്യമല്ലാത്തൊരവസ്ഥയുണ്ട്. ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് ഇങ്ങനെ ഒരു സംരംഭമൊക്കെ ഡി അഡിക്ഷനൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് ധാരാളം ഗവൺമെന്റിലും ഒക്കെ ധാരാളം സംഗതികളുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു കുഴപ്പം എന്നാ വെച്ചാൽ അവിടെ ചെല്ലുന്ന ആളുകളെയൊക്കെ നമ്മൾ വളരെ നെഗറ്റീവായിട്ട് ഇവരെ സ്റ്റിഗ്മാറ്റൈസ് ചെയ്ത് മനോരോഗികൾ എന്ന രീതിയിലാണ് ഈവൻ ഡി അഡിക്ഷൻ പേഷ്യൻസിനെ നമ്മൾ ചാപ്പ കുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ വളരെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഈ ഒരു ഡി അഡിക്ഷനെ വരെ പലപ്പോഴും നെഗറ്റീവായിട്ട് ഇപ്പം നമ്മുടെ അടുത്തൊക്കെ വരുന്ന പല ഫെയിമായിട്ടുള്ള ആളുകൾക്കൊക്കെ സെപ്പറേറ്റ് കോട്ടേജുകളൊക്കെ കൊടുത്ത് നമുക്ക് അവരെ നോക്കേണ്ടി വരുന്നു. കാരണം അവർക്ക് അവരുടെ പ്രൈവസി എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്തിനകത്ത് പ്രൈവസിക്ക് പലരും പല കൺസേൺ കൊടുക്കേണ്ടി വരുന്നു. സത്യത്തിൽ നമ്മൾ ഓർക്കേണ്ടുന്നത് ഈ സിനിമ പോലെയുള്ള കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ ഇത്തരത്തിലുള്ള ഡ്രഗുകളൊക്കെയും അവരുടെ ക്രിയേറ്റിവിറ്റിയെ കൂട്ടുന്ന ഒന്നാണ് എന്ന രീതിയിലാണ്. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. അത് ഈ പറയുന്ന ലഹരികളൊക്കെ ഇനീഷ്യലി അവർക്കൊരു റിലാക്സേഷൻ കൊടുക്കുകയും ആ റിലാക്സേഷൻ ചില ഇൻഹിബിറ്ററി ആയിട്ടുള്ള, ഇപ്പൊ ഉദാഹരണത്തിന് അവരുടെ തലച്ചോറിലെ ചില ഗാബ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെയൊക്കെ അത് സപ്രസ് ചെയ്യുന്നതിനകത്തൂടെ അവർക്കൊരു ഫ്രീ എക്സ്പ്രഷൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ അതൊരു കാരണമാവുന്നുണ്ടാവാം. പക്ഷെ ലോങ് റണ്ണിൽ അങ്ങനെയുള്ള കലാകാരന്മാരുടെ പ്രതിഭയെ അത് നശിപ്പിക്കുകയാണ് എന്നുള്ളത് ചിലർക്കും പലപ്പോഴും നമുക്കറിയാം. ഇപ്പൊ സിനിമയെ പോലെയുള്ള ഒരു കലാരൂപത്തിന്റെ പ്രത്യേകത ഒന്നാളി കത്തി ഇമ്പാക്റ്റ് ഉണ്ടാക്കി പോവുക, അത് നിലനിൽക്കുക എന്ന രീതിയിൽ ഈ കലാരൂപത്തെ കാണുന്ന ആളുകൾ കുറവാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഡ്രഗുകളിലേക്ക് അവർ വരുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോൾ മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 വെച്ചിട്ടാണ് നമ്മൾ ഡി അഡിക്ഷൻ ഒക്കെ നടത്തുന്നത്. പക്ഷെ അപ്പൊ അതിനകത്തൊക്കെ ഉള്ള കാര്യം ഒരു ഇൻഡിപെൻഡന്റ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ നമുക്കറിയാം വോളണ്ടറി ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു ഓപ്ഷനാണ് പല മെന്റൽ ഹെൽത്തിനകത്ത് പറയുന്നത്. അപ്പൊ പലപ്പോഴും നമുക്കറിയാം പലർക്കും ഇൻവോളണ്ടറി, അതായത് വില്ലിങ് അല്ലാതെ, ഇപ്പൊ ഞാനൊരു ഡ്രഗ് അഡിക്റ്റ് ആണ്, എനിക്ക് ചികിത്സ ആവശ്യമുണ്ട്, ഞാനൊരു പേഷ്യൻ്റായി മാറുന്നു എന്നുള്ളത് ബോധ്യമല്ലാത്ത ആൾക്കാരെ ട്രീറ്റ്മെന്റിന് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു ടാസ്കായി മാറുന്നു. ഇപ്പൊ ഞങ്ങളെ പോലെയുള്ള മാനസികാരോഗ്യ പ്രവർത്തകർക്ക് ഇത്തരം ഫെയിമായിട്ട് നിൽക്കുന്ന ആളുകളെ ട്രീറ്റ്മെന്റ് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം ഇവരെ ഡിറ്റോക്സിഫൈ ചെയ്ത് ഇവരുടെ മസ്തിഷ്കത്തെ ഈ ലഹരിയിൽ നിന്ന് വിമോചിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു ജോലിയാണ്. ആഴ്ചകളോളം നീളുന്ന ഡിറ്റോക്സിഫിക്കേഷനും കൗൺസിലിങ്ങും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഒരു 1 month ഒക്കെ മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ, ഇവരെ ഈ ട്രീറ്റ്മെന്റിന് വിധേയമാക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞങ്ങൾ വല്ലാത്ത വെല്ലുവിളി നേരിടുന്നുണ്ട്. ഇപ്പൊ മാതാപിതാക്കൾ വളരെ സൂത്രത്തിൽ കുട്ടികളെ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും അകത്താക്കി പൂട്ടി ട്രീറ്റ് ചെയ്യുന്ന പോലത്തെ രീതിയാണ് പലപ്പോഴും ഞങ്ങളോടൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് കുടുംബങ്ങളിൽ മക്കളെ എങ്ങനെ ട്രീറ്റ്മെന്റിന് കൊണ്ടുവരണമെന്നറിയാത്തൊരവസ്ഥയുണ്ട്. പലപ്പോഴും ഞാൻ ഇന്നും പത്രത്തിൽ വായിച്ചു, ഒരു മകൻ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയതിന്റെ പേരിൽ ഒരു വീട്ടിൽ കാണിക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച്. അപ്പൊ ഞങ്ങളെപ്പോലെ ആൾക്കാരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൊക്കെ പലപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകൾ വർഷിക്കുന്ന അസഭ്യങ്ങൾ ഞങ്ങളൊക്കെ സഹിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ പൂച്ചക്കാര് മണികെട്ടുമെന്ന് പറഞ്ഞതുപോലെ ഈ ലഹരിയിൽ കൂപ്പുകുത്തിയ ആളുകളെ ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താനും അവരെ ഈ ഒരു 1 month ഒക്കെ നീളുന്ന ഡ്യൂറേഷനിൽ ക്ഷമയോടെ ഈ ട്രീറ്റ്മെന്റിനെ ഫേസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം മൊബൈൽ പോലെയുള്ള ഡിജിറ്റൽ അഡിക്ഷനും കൂടെ ഈ ലഹരിയുടെ ഒപ്പമുണ്ട്. പല ആളുകളും പലതരത്തിൽപ്പെട്ട ആന്റി സോഷ്യൽ ടെൻഡൻസി ഉള്ള ആളുകളാണ്. ഇപ്പം ഈ പരാമർശിക്കപ്പെട്ട പല നടന്മാരെയും എടുത്താൽ
ഇവരിൽ പല ആൾക്കാർക്കും പലതരത്തിൽപ്പെട്ട പേഴ്സണാലിറ്റി വൈകൃതങ്ങളുണ്ട്, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ട്രെയ്റ്റുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ വളരെ ഇൻഫ്ലുവൻഷ്യലായി സംസാരിക്കും. എന്നാൽ ഒരു നിയമത്തിനോ ഒരാളുകൾക്കോ അവർ വഴങ്ങാനും തയ്യാറാവുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ പറയുന്നതിനെ പലപ്പോഴും നമുക്കറിയാം, മീഡിയകളൊക്കെ പലപ്പോഴും നെഗറ്റീവ് ടോക്സ് നടത്തുന്ന ആളുകളെ പലപ്പോഴും പല രീതിയിൽ, കാരണം അവർ സംസാരിക്കുന്ന വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെപ്പോഴത്തെ ആൾക്കാർക്ക് പേടിയാണ്. ഇപ്പൊ ഒരു ഫെയിം ആയിട്ടുള്ള ഒരാളെ ട്രീറ്റ്മെന്റ് കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ 2 ആഴ്ച അവർ വല്ലാത്ത വിമുഖത കാണിക്കും, പലതരത്തിൽപ്പെട്ട ത്രട്ടനിങ് വരെ ഞങ്ങളോട് ചെയ്യും. അപ്പൊ ഞങ്ങൾ അതിനെയൊന്ന് അതിജീവിച്ച്, ഞങ്ങൾക്കറിയാം ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ അവർ കാമാവും, കൂളാവും, റിലാക്സ്ഡ് ആവും. ഇതേ വഴക്ക് കൂടുന്ന ആളുകൾ തന്നെ പലപ്പോഴും ഞങ്ങളോട് സാറാ നിലപാടെടുത്തത് നന്നായി എന്നൊക്കെ പറഞ്ഞ് താങ്ക് യു പറഞ്ഞു. ഒരു വലിയ വെല്ലുവിളിയുള്ള മേഖല കൂടിയാണ് ഡി അഡിക്ഷൻ എന്നുള്ളത്. എനിക്ക് ഒരു ഇടവേള അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അവസാന 30 സെക്കൻഡാണ്. ശ്രീമതി റാണി ശരൺ, ICക്ക് മുമ്പിൽ ഹാജരാവുകയാണല്ലോ വിൻസിയുടെ പരാതിയിൽ ഷൈൻ തിങ്കളാഴ്ച. എന്ത് നടപടിയാണ് എടുക്കാൻ സാധിക്കുക? വളരെ ചുരുക്കി. ഇപ്പൊ ഷൈൻ വരുമ്പോഴുള്ള കാര്യമാണോ ചോദിക്കുന്നത്? അതെ അതെ. അത് ICയുടെ മുന്നിൽ അവരുടെ IC ആയിട്ടുള്ള മീറ്റിംഗ് ആണല്ലോ ഷൈൻ്റെ നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് അവർ എന്ത് റിപ്പോർട്ട് തരുന്നോ അതിനെ വെച്ചുകൊണ്ടായിരിക്കും 21-ാം തീയതി ഞങ്ങളുടെ മീറ്റിംഗിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമല്ലോ. അപ്പോൾ ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കുക. അതെനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അഭിലാഷ്. തീർച്ചയായും വളരെ നന്ദി. എന്തായാലും ഈ വിഷയം വളരെ ഗൗരവമുള്ളൊരു സാമൂഹ്യ വിഷയമാണ്. സിനിമയിൽ നിന്നല്ല എവിടെയും ലഹരി ഉപയോഗം അനുവദിക്കപ്പെടാൻ പാടില്ല. സിനിമ എന്നുള്ളത് ഒരുപാട് ആളുകളെ സ്വാധീനിക്കുന്ന ഒരു കലാരൂപമായതുകൊണ്ട് കലാകാരന്മാർ കാണിക്കേണ്ട വലിയ ഉത്തരവാദിത്വവും മാതൃകയുമുണ്ട്. അതെന്തായാലും ഷൈൻ അടക്കമുള്ള ചലച്ചിത്ര പ്രവർത്തകർ മറന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ പൊതുജനശ്രദ്ധ നേടുന്നതും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.